ഇപ്പൊ സ്പർശനമാണ് നമുക്ക് വേണ്ടത്. സ്പർശനം അത് നേത്രമല്ലേ? ഇതാണോ ദൈവത്തിന് കാര്യം ആ ഫലനിർദ്ദേശത്തിനായിട്ട് രേഖപ്പെടുത്തിയത്? അത് ഇവിടെ തൽക്കാലം അത് ഇടവരാശിയായിട്ട് വരിക. ഈ പ്രകരണത്തിൽ മുഖം എന്നുള്ളത് കാണിക്കുമ്പോൾ ഹാസ്യം എന്നൊരു പദത്തിന് ഉൾപ്പെട്ടതാണ് ഈ കണ്ണ്. സംസ്പൃശനാഭിനാസസ്യ. അപ്പോ എന്നാൽ കണ്ണിന് പ്രാധാന്യം അതിലുണ്ട് തന്നെ. അപ്പോ പിന്നെ യന്ത്രാണാവിനോകം കരുതലയോ സ്പർശം സർവപ്രവാണി പൃഷ്ടാലപതി അനിഷ്ടം. ഈ മുഖം തൊട്ടാൽ അനിഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നേത്രത്തെ സംബന്ധിച്ചിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും വെച്ചിട്ടും പ്രധാന ഇന്ദ്രിയാണ് ചക്ഷുർവിനാക പുരുഷത്വവേദി. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കൊരു ഒരു ദോഷസാധനമായിട്ട് നിർണ്ണയിക്കണമെന്ന് വെച്ചാൽ അത്ര ദോഷം പറയേണ്ടതില്ല. മുഖത്തില് പല അംഗങ്ങളുണ്ട്. അത് ദോഷസാധനമുണ്ട്, നല്ലതുണ്ട്. ഓഷ്ട്രങ്ങൾ തൊട്ടാ ദോഷമാണ്. അപ്പോൾ അതൊന്നും തൊടാതെ ഇന്ദ്രിയങ്ങളിലെ പ്രധാന ഇന്ദ്രിയമായ നയനം തൊട്ടതുകൊണ്ട് നമുക്ക് ദോഷഫലം പറയേണ്ടതില്ല. മറ്റൊന്ന്, ആ രാശിയിൽ ആ അംഗരാശിയിൽ നിൽക്കുന്ന ശുഭഗ്രഹം അതിൻ്റെ ഗുണഫലത്തെ കൊടുക്കും. വ്യാഴം ഉള്ള ഇടവരാശിയാണ്. അതുകൊണ്ട് തൽക്കാലം സ്പർശനത്തിൽ നമുക്ക് വലിയ ദോഷം പറയാനല്ല. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് കണ്ണു തൊട്ട കൊണ്ട ദോഷം വിശേഷം അല്ല. ആ ഭാവം ഇന്ദ്രിയത്തിന്റെ വിഷയത്തിൽ അത് അംഗസ്പർശന വിഷയത്തിൽ ആചാര്യം പറഞ്ഞല്ലോ, പറയേണ്ടതില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് എല്ലാ അംഗമുണ്ടെങ്കിലും പുരുഷത്വം ഉണ്ടാവണമെങ്കിൽ, അതായത് അദ്ദേഹം ഒരു എല്ലാ അംഗമുണ്ടെങ്കിലും കണ്ണില്ലാഞ്ഞാൽ മുഴുവൻ പോയി. അപ്പോ അവിടെ പാവഗ്രഹ യോഗം വന്നാലേ നമുക്ക് അതിൽ ബുദ്ധിമുട്ട് പറയേണ്ടത്. അതിലെ ചൊവ്വ എന്തായിരിക്കും? അതാണ് 12ാം ഭാവതി 7ാം ഭാവതി ആയിരിക്കുന്ന ഗ്രഹം. ആ ചൊവ്വയുടെ ചിന്ത നമ്മള് യുവരാശി വന്നിട്ട് ആരൂഢത്തിന് 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നമ്മൾ ചിന്തിച്ചു വെച്ച ഒരു ഭഗവതി വിഷയമുണ്ട്. അപ്പൊ കേന്ദ്രരാശിയിൽ നമുക്ക് വ്യാഴത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അധികാര പദവിയിലുള്ളൊരു ഭഗവതിയാണ്. തുര്യത്യക്ഷ സജീവേഭ നരപതി പ്രാപ്തവിത്വ ഉദ്യോഗ. അങ്ങനെ ഒരു ഗോചരമുള്ളത് വേണ്ട. അധികാരമുള്ള ആ ഈശ്വരിയുടെ കാര്യം വളരെ നേരെയാക്കേണ്ടതുണ്ട്. അത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ആണല്ലോ കണ്ണതല്ലേ. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. അത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനെ നേരെയാക്കണം. ഒന്ന് വിവക്ഷയായിരിക്കും ദൈവത്തിൻ്റെ മുഖാവോഹ വൃത്തം കൊണ്ട് അവിടെ സിദ്ധിക്കേണ്ടത്. മറ്റൊന്നും കൊണ്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണല്ലോ കണ്ണ്. അങ്ങനെയാണെങ്കിൽ ആ ചൊവ്വയുടെ ധർമ്മം ഇന്ന് ആശ്രയഫലം കൊണ്ട് ഈ വ്യാഴത്തോട് ചേർന്ന് അധികാര പദവിയൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും മുഖകത്വം കൊണ്ട് ദോഷമുള്ളത് കൊണ്ട് ഇന്ന് മറന്നു നിൽക്കുന്നതോ വിട്ടു നിൽക്കുന്നതോ ഒന്നുമാണ് ഒരു ഇന്ദ്രജാലത്വം പോലത്തെ അവസ്ഥ. ആ ഭഗവതിയെ ഈ രണ്ട് വിധത്തിൽ ആരാധിക്കുന്നതെന്നാ സംശയം. വ്യാഴത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഗുണം ആ പാവത്വത്തെ അത്യധികം ബാധിക്കില്ല. പക്ഷേ അതിന്റെ നവാംശലാവട്ടെ പിന്നെ മിഥുനരാശിയിൽ ബുധനോടുകൂടി അംശയിക്കുമ്പോൾ അതിന്റെ ആശയവൽക്കരണത്തിന് ദോഷമുണ്ട്. ഇത് രണ്ട് വിധത്തിൽ വേണം. ഈ ജംഗാംശകത്തിൽ ബുധവർഗത്തിലോ ബുധവീക്ഷണത്വ ഗ്രഹം ഇരട്ടയായിരിക്കും. നമ്മൾ സൂചിപ്പിച്ചല്ലോ, ജംഗാംശേ ബുധവീക്ഷണേച്ച യമളോ കുർവന്തി പക്ഷേ സ്വകേ. രണ്ടായിരത്തിന് വേണം. അതിൽ ഇന്ന് അന്തർഭാഗത്ത് ആരാധിക്കുന്നത് ലഗ്നാധിപനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്തർഭാഗത്തുള്ളതും ലഗ്നത്തിനോ ബന്ധമില്ലാത്ത ബാഹ്യാണല്ലോ. അത്തരം സ്വാമി സമാഗമ എന്ന നിയമത്തില് അപ്പോൾ ഉള്ളിൽ ആരാധിക്കുന്ന സമയത്ത് അതിന്റെ സാത്വികമായ കലയിലും ബാഹ്യമായി വേണ്ട സമയത്ത് മിഥുനം രാശി ആയതുകൊണ്ട് ആ രാശിപ്രകൃതത്തില് പിന്നെ മറ്റ് ഗ്രഹയോഗ ദൃഷ്ടി ഇല്ലാതെ മിഥുന രാശി ആയതുകൊണ്ട് അത് ഉദ്യാനം, ദേവാലയം, നൃത്തഭൂമി എന്ന കത്തിന് വേണ്ടി വരും. ഇങ്ങനെ കളിയാട്ടങ്ങളോ കാര്യങ്ങളോ പുറത്ത് വേണ്ടി വരും. അങ്ങനെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവും. ബൗദ്ധേ സഹസ്തനേവാൻ വിസുഖൃതോ ഗാന്ധർവോഭയത്തി. നിർഭയത്വം അതിലുണ്ട്. അപ്പോൾ ഒരു പിന്നെ നിർഭയത്വം ഉണ്ട്. അഭയ നിർഭയാണ് അർത്ഥമുള്ള അതാ അർത്ഥിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുന്നെങ്കിൽ ഏതെങ്കിലും കാലഘട്ടം അങ്ങോട്ട് നീങ്ങിയാൽ
ഈ ഭഗവതിയുടെ മൂലാരൂഢമായി കണക്കാക്കേണ്ട സ്ഥലത്ത് ദേശസമ്പ്രദായം അനുസരിച്ചിട്ട് കാവോ അതിൻ്റെ സമ്പ്രദായത്തിലോ ഈ ഭഗവതിയെ ഉപാസിക്കേണ്ടി വരുന്ന ഒരു ഈ രഹസ്യമായിട്ടോ ഗൂഢമായിട്ടോ പൂജിക്കുന്ന സമ്പ്രദായം ഈ ഭഗവതിക്കുണ്ടെന്ന് മിഥുനരാശിയായതുകൊണ്ട് പറയാൻ പറ്റും. രാശി സ്വരൂപമുണ്ട് അങ്ങനല്ലേ? മിഥുനരാശിക്ക് ഒരു പ്രകൃതം പറഞ്ഞല്ലോ, നൃപസന്നിധാനേ ലഗ്നം വേദാചൻ. ഓ അത് തംഭാവൻ ലഗ്നം പ്രകല്പ്യ, അതിനെ ഒന്ന് ലഗ്നമായി കണക്കാക്കുകയാണെങ്കിൽ ആ ദേവതക്ക് അങ്ങനെ ഒരു പ്രകടനമുണ്ട്. ഓ ഈ ഭഗവതിയെ ഒരു കാലത്ത് ഒരു ഇല്ലത്തിൻ്റെ പരിധി വിട്ടിട്ടുള്ള സ്ഥലത്ത് എവിടെയോ ഒരു കെട്ടിയാട്ടവും ഒരു ദേശസമ്പ്രദായത്തിൽ ആചരണവും ഉണ്ടായിരുന്നു, അതിന്നില്ല എന്ന് പറഞ്ഞു. ഈ ഭഗവതിക്ക് അങ്ങനെ ഒരു ദേശപ്രധാനമായിട്ട് കെട്ടിയാട്ടം അഥവാ കളിയാട്ടം, അതായത് ഈ ഒരാള വിഭാഗത്തിന്റെ ധർമ്മദൈവം എന്നറിയപ്പെടുന്ന ഭഗവതിയാണ് ഈ ചൊവ്വ കണക്കാക്കിയാൽ ആ ചൊവ്വക്ക് ആരൂഢമുണ്ട്, അവിടെ തെയ്യമുണ്ട്, അവിടെ അകത്ത് ബ്രാഹ്മണ കർമ്മവും പുറത്ത് ഓലാരാധനയായിട്ട് വരുന്ന സമ്പ്രദായം. ഈ രജോ ഗുണരാശി എന്നിട്ട് തമോ ഗുണരാശി നവാംശം ചെയ്ത തമോഗ്രഹമാണത്. അപ്പോൾ ഇടവരാശി എന്നിട്ട് മിഥുനത്തിൽ അംശയിക്കുമ്പോൾ യഥാക്രമം സത്വരജസ്തമാംസി. ഇപ്പോൾ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഈ വ്യാഴമായതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒറ്റയ്ക്ക് നിന്നിട്ട് അഥവാ പിന്നെ മിഥുൻ രാശിയിൽ ബുധനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ മിഥുൻ രാശിൻ്റെ ഫലവും ബുധൻ്റെ ഫലവും പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാലഘട്ടം ഇതിന് ഭാവിയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടം നോക്കാൻ വേണ്ടി ഇനി ചൊവ്വ അനിഷ്ടമല്ലാതാന്ന് പറയാനുള്ള നിയമം എവിടെയാ ഉള്ളത് വെച്ചാൽ പിന്നെ ഏൽപ്പിച്ച സമയത്തെ ലഗ്നം, ആ ലഗ്നത്തിൽ അന്ന് ഈ ചൊവ്വ ക്ഷേത്രാംശം ചെയ്ത ചൊവ്വയാണ് ബാധകവതിയായിട്ട് അല്ലെ ഉച്ചാലഗ്നം. അന്ന് പ്രശ്നം ഏൽപ്പിച്ച സമയം 21/7/2024 പകൽ 10:05 ചിങ്ങൻ രാശി നേരത്താണ് അന്ന് പ്രശ്നം ഏൽപ്പിച്ചത്. അന്ന് ബാധകാധിപനായിട്ട് 4-ാം ഭാവതിയായി അനിഷ്ടസ്ഥനായി നിൽക്കുന്ന, അതായത് പിന്നെ 10 നിന്നിട്ട് ഈ കുംഭത്തിൽ അംശയിച്ചത് കൊണ്ട് ഒരു ഉത്സവധ്വംസനത്തിന്റെ എന്തോ ഒരു തത്വം ഈ ചൊവ്വയിലുണ്ട്. മകരകുംഭങ്ങളിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഇത് ധനുജശസ്തക്കൽ കുക്ഷിശാസ്ത സ വീരഭദ്രോജ മൃഗേജ കുംഭേ നിജോത്സവധ്വംസൻ ദുഷ്ടദേവതാ പരാവിചാരുഭവദേവതാ സ. ബാധാപ്രകരണത്തിൽ 4-ാം ഭാവവതിയും ബാധകവതിയായി നിൽക്കുന്നത് കൊണ്ട് ബാധേശൻ 4-ാം ഭാവതയായിട്ട് വരുമ്പോൾ ധർമ്മദൈവമായിട്ട് നിങ്ങൾ കൽപ്പിക്കണം. അത് ഇന്ന് ഇങ്ങനെ വരുമ്പം ഒരു ഉത്സവാദി കർമ്മങ്ങൾക്ക് മുടക്കം തട്ടിക്കുന്ന, ഇവിടുത്തെ വിശേഷങ്ങൾക്കോ കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവനവന്റെ ക്രിയകൾ മുടങ്ങി നിൽക്കുന്ന ഒരു ഭഗവതിയായിട്ട് ഈ ഈശ്വരിയെ കാണുന്നില്ല. അതുകൊണ്ട് അല്ല അങ്ങനല്ല, ഇവിടുത്തെ ഉത്സവത്തിന് മുടക്കം തട്ടിക്കണം. നിജോത്സവധ്വംസന അഥവാ അവനവന്റെ ഉത്സവം മുടക്കുന്ന ഒരാൾ ദുഷ്ടദേവതയാണ്. ചൊവ്വയുടെ ദ്വാദശാംശകം വൃശ്ചികത്തിലത്തെ മധ്യത്തിലേക്കാണ്. അത് ശരി അല്ലേ? അത് ശരി. അങ്ങനല്ലേ? അങ്ങനൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇതിന്റെ സങ്കേതസ്ഥാനമോ കണ്ടെത്തിയിട്ട് ആചരിക്കേണ്ട ഒരു കാലം വരും. 10-ൽ നവാംശകൻ ചെയ്യുന്ന ബാധകാധിപൻ 10 നിൽക്കുമ്പോ എന്തുകൊണ്ട് പ്രീതിപ്പെടുത്തിട്ട് ബാധകവതി 10 എന്നാൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തൽക്കാലം അതിനൊരു പൂജയോ ബലികർമ്മോ കാര്യങ്ങളോ ചെയ്യാം. 10-ലായതുകൊണ്ട് ഭാവിയിലേക്ക് ലഗ്നാദോ എന്ന ക്രമത്തിൽ നമുക്ക് ഏതായാലും അങ്ങനെ വിഷയങ്ങൾ ഭാവിയിൽ ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം അതിന് ഇന്നത്തെ സമ്പ്രദായത്തിനുള്ളിൽ ആ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് ആ ബ്രാഹ്മണാചാര സമ്പ്രദായത്തിൽ ശുക്രക്ഷേത്രത്തിലായതുകൊണ്ട് ബ്രാഹ്മണീയ സമ്പ്രദായത്തിൽ പോട്ടെ. അതായത് വിപ്രരാശി വിപ്രഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ചൊവ്വയായതുകൊണ്ട് ഇന്നത്തെ ആചരണപദ്ധതി മാറണ്ട എന്നുള്ളത്. പക്ഷേ നവാംശം കൊണ്ട് മിഥുനൻ രാശിയിൽ 5-ൽ അംശയിച്ചു എന്നുള്ളത് ലഗ്നാധിപന്റെ ബന്ധം ഇല്ലാത്തത് കൊണ്ട് അത് ബാഹ്യമാണ്. ബാഹ്യത്തെ ഏതെങ്കിലും ഒരു കാലഘട്ടം ഇതിന്റെ പരിസരത്ത് ഇതിന്റെ സങ്കേതം കാണും. ഈ സ്ഥലത്തൊന്നും അങ്ങനെ ഒന്നും ഈ ദൈവീയ സങ്കേതങ്ങളായിട്ട് ശരി ധനുല ചുവക്ക് ദ്വാദശാംശത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ മന്ത്രപുസ്തകന്മാർക്ക്?
ശരി. ദ്വാദശാംശത്തിന് വേറെ തന്നെ ഫലം ഉണ്ടാകും കേട്ടോ. ഏക്കാണ ഫലം പോലെ നമ്മളതിനെ കാണുമ്പോൾ വേണ്ട. അല്ല ഇതിലൊക്കെ സോമേശ്വരി ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സോമേശ്വരി ദേവസ്വമാണെന്ന് പറയുന്നുണ്ട് ഇതല്ല. അത് ശരി അല്ലേ. പക്ഷെ ഇതൊരു ബ്രാഹ്മണന്റെ ധർമ്മത്തിൽ അതിൻ്റെ ഒരു ബന്ധപ്പെട്ട ഭഗവതിയാണിത്. ഇവിടെ ആരാധന ഒന്നുമില്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. ഇല്ല, ചന്ദ്രനായിട്ടല്ലേ? അതെ ദുർഗയായിട്ടാണ്. അതിന്റെ ആ പറഞ്ഞല്ലോ, ചൊവ്വയാണ് ആ ദേവതയുടെ ധർമ്മമെങ്കിലും ചന്ദ്രനായിട്ട് ആരാധിക്കുന്നതായിരിക്കും ശ്രീഭഗവതിയായിട്ടോ എന്തെങ്കിലും ദുർഗയായിട്ടോ ഇന്ന് അതിനൊരു കൽപ്പന കൊടുത്തിട്ടുണ്ടോ? ഈ ആചരണം ഇവിടെ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഭഗവാനോട്. ഈ ഭഗവതി അനുസരിച്ചിട്ട് സ്ഥിരരാശി എന്ന് പറഞ്ഞാല് ദ്വാരം വാസ്തു അങ്ങനെ ഒരു അങ്ങനെയും വരും അല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ പുറത്ത് അതാണ് നടിയലാട്ട സമ്പ്രദായത്തിൽ ഒരു കാലത്ത് ഇങ്ങനെ. അതിനെന്താ വെച്ചാൽ ഇവരുടെ ചരിത്രം വെച്ചാൽ ഇവരിവിടെ വന്നുപെട്ടവരാ. ഈ ഇല്ലവും ഇതിന്റെ ഒരാൾ അല്ല, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഭഗവതി എന്ന ഒരു ധാരണ വരാനിടയുണ്ടല്ലോ. അത് നിവാരണം ചെയ്യണോ വേണ്ടയോ എന്നേ മാത്രമേ ഉള്ളൂ. അതാ സംശയം തീർക്കുമ്പോ ലഗ്നാധിപനോട് കൂടിയിട്ട് ലഗ്ന സംബന്ധിയായിട്ട് സ്ഥിരരാശി നിൽക്കുന്ന ഗ്രഹം സ്ഥാനം സ്ഥിര സന്നിധവും നമുക്ക് അതിലൊരു സമ്പ്രദായം മാറേണ്ടതില്ല. കുംഭം പിന്നെ നമ്മൾ വിട്ടിട്ട് നമ്മൾ സ്പർശം ആരോഗ്യം കൊണ്ടാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. നമ്മൾ ഒന്നിനെ ഒരു സൂചന ചിന്തിച്ചിട്ട് നമ്മളത് എന്താണ് അതിന്റെ അടിസ്ഥാനം ചിന്തിക്കുമ്പോൾ ഇതിനേക്കാളുള്ളൂ നമുക്കതിനാ മറ്റേതൊക്കെ അവിടുന്ന് നോക്കുക. ഇടപത്തിൽ നോക്കുമ്പോൾ ഏഴാമത്തെ രാശിയുടെ ആധിപനായിരിക്കുന്ന ചൊവ്വയാണല്ലോ. വിഷയത്തിൽ എട്ടാ പോലെ അത് ആരോഗ്യത്തിന് പത്താകുമ്പോൾ ഒരു മൂലഗ്രഹമുണ്ട്, മൂലസ്ഥാനമുണ്ട്. അടിസ്ഥാനമായ ദ്യൂനന്റെ മൂലഗ്രഹം. ആ മൂലഗ്രഹത്തിന്റെ ആചരണം ഇതുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകണം. ഭാവിയിൽ എന്തായാലും ഇന്ന് ആചരിക്കുന്ന പദ്ധതി നമുക്ക് മാറണ്ട. പക്ഷെ പ്രശ്നത്തില് അനിഷ്ടം കൊടുത്തൊരു ചന്ദ്രൻ നമുക്ക് വരെയുണ്ട്. അതാണ് അതാ തീർച്ചയല്ലേ. വ്യാഴത്തോട് ചൊവ്വ ചേരുമ്പോ തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ അതുകൊണ്ട് വ്യാഴമാണ് ആ രാശിയിൽ ആദ്യം പ്രവേശിച്ച കക്ഷി. അതുകൊണ്ട് അതിനുശേഷം ചൊവ്വ പിന്നീട് അതിന് പകരമാണ് വ്യാഴത്തോട് ചേരുകയാണ്. പക്ഷെ അതാണ് പുര്യധ്യക്ഷ സജീവേ ഭവതി. ഒരു അധികാര പദവിയുള്ള ഈശ്വര തന്നെയാണിത്. പുര്യധ്യക്ഷത്വം ഉണ്ട്, സജീവേ ഭവതി. ജീവൻ എന്നുള്ളത് പിന്നെ വിപ്രോ എന്നുള്ളത് എടുക്കണോ? അതല്ല അത് ഈ ആരൂഢവുമായി ചൊവ്വയ്ക്ക് ബന്ധമുള്ള അത്രയും വ്യാഴത്തിന് ബന്ധം പറയാൻ വയ്യല്ലോ. അതായത് ഈ വ്യാഴത്തെ കൊടുത്ത് പ്രത്യേകിച്ചാൽ ശുക്രക്ഷേത്രത്തിൽ വിപ്രരാശിയിലെ വിപ്രഗ്രഹം എന്നാണ് ഞാൻ കൊണ്ടുവന്ന നിയമത. വിപ്രരാശി നിൽക്കുന്ന വിപ്രഗ്രഹമാണ്. രണ്ടാം ഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളാ സുഹൃതവതിയാണ്. അപ്പൊ ഈ ബ്രാഹ്മണമായിട്ട് ബന്ധം അതൊരു നരവിഷയമായിട്ട് എടുത്താൽ മതി. ദേവസംബന്ധിയാണ് എന്നുള്ളതിനേക്കാൾ പക്ഷെ ബ്രാഹ്മണന്റെ കർമ്മത്തിൽ തൃപ്തിയാണ്. ബ്രാഹ്മണ്യത്തിനോട് അല്പം അടുത്ത് നിൽക്കുന്ന ദേവതയാണിത്. ഉള്ളിൽ വരുമ്പോ നാലാം ഭാഗത്ത് വരുമ്പോ ബാഹ്യത്തിലാവട്ടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ മിഥുൻ രാശി ആയതുകൊണ്ട് അതിന് ഉദ്യാനം ദേവാലയം നിർത്തും. ആ സമ്പ്രദായത്തിൽ വേണ്ടി ഈ പിന്നെ ആരൂഢം ചിന്തിക്കുന്നിടത്ത് നോക്കുമ്പോൾ നാലാം ഭാവ സംബന്ധം ചൊവ്വയ്ക്ക് പറയാൻ വയ്യ. നാലാം ഭാഗത്ത് നിൽക്കുന്ന ബന്ധേ ഉള്ളൂ. അത് മറ്റേ ആരൂഢം പ്രതി മാത്രമാണ് ഉണ്ടാവും. പക്ഷെ നമുക്ക് പ്രകടനത്തിൽ ദോഷം കാണിച്ചത് വെച്ചാൽ വൃക്ഷാലഗ്നത്തിന് അനിഷ്ടപ്രദാതാവായി നിൽക്കുന്നതാണിത്. വൃക്ഷാലഗ്നത്തിലെ ഒരു വാതകാധനും നാലാം ഭാവനായതുകൊണ്ട് ധർമ്മദൈവത്തിന്റെ പരിവേഷം ഇതിനുള്ളിലുണ്ട്. അതെ, അത് നരവിഷയമായി എടുത്താൽ മതി. ദേവവിഷയവുമായി സംബന്ധം എന്നതിനേക്കാൾ വിപ്രോ എന്നുള്ള വിഷയത്തിൽ വരുന്നതായ സംബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണന്റെ കാലത്ത് ബ്രാഹ്മണൻ കൊണ്ടുവന്നൊരു ദേവതയാണിത്. ഇവരുടെ കുലദേവതയായിട്ട് അങ്ങനെ വരുമ്പോഴേ ഈ ദേവത നിങ്ങളോട് ഉണ്ട് എന്ന് ഉറപ്പിക്കണം. സംബന്ധ ശബ്ദമാണല്ലോ. സംബന്ധവാൻ പുരുഷ അല്ലേ? സംബന്ധവാൻ തന്നെയാണ് ഗൃഹസം. ഈ നിങ്ങളുടെ പൂർവികത്തിൽ തന്നെ ഇങ്ങനെ ഭഗവതി ഉണ്ടെന്നും ആ ഭഗവതിയെ പൂർവ്വസ്ഥാനത്ത് കെട്ടിയാട്ടും കാര്യമൊക്കെ നടത്തുന്നതെന്നും നിങ്ങളവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ധർമ്മദേവം എന്ന കൽപ്പന ഈ ഭഗവതിയോട് കൊണ്ട് ഇരുത്തിയെന്ന ഐതിഹ്യം ഈ ഉള്ളിലാവുന്ന സമയത്ത് അതിന്റെ സാത്വികത്വം ആക്കി ഇരുത്തിയെന്നൊരു ഐതിഹ്യം ഭഗവതി ഉണ്ടോ? അതെ, പഴയ കാലത്ത് അല്ലെ ഭഗവതി സേവ അതിനെ സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയത്. പക്ഷെ ഇവിടെ ആ ദേവത സ്വഭാവം അനുസരിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സമ്പ്രദായം വിടാം സൃഷ്ടിച്ചു. അതിപ്പോ എങ്ങനെ ശ്രീഭഗവതിയായിട്ട് ഇപ്പൊ കാണുന്നില്ല, ദുർഗയായിട്ട് അതിൽ ആചരണം മാറണ്ട. പക്ഷെ മറ്റേ നമുക്ക്
ഏതെങ്കിലും ഒരു കാലഘട്ടം നിങ്ങൾ ഈ ഇതിന്റെ പൂർവ്വസ്ഥാനത്തുള്ള കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പോകാറൊന്നുമില്ലേ? ഉണ്ട്, എല്ലാവരും പോയിട്ടുണ്ടല്ലോ. ഇല്ലേ? അർത്തൽ ഭഗവതിയാണ് നമ്മൾ നമ്മള് കളിയാട്ടുണ്ടാ ഇവിടെ എല്ലാ എല്ലായിക്കലുണ്ട്. അർത്തൽ ഭഗവതി ഊരാളം എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ആരിക്കില്ലേ അത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഇന്നത്തെ സമ്പ്രദായം ഇവിടെ നമ്മൾ മാറ്റാൻ നിൽക്കണ്ട കേട്ടോ. ഒരു പൊതുവെ ഗൃഹസംബന്ധവാനായിട്ട് കാണിച്ച ആളാണ്, നമുക്ക് മാറ്റി ചെയ്യാനുള്ള നിയമമൊന്നും രാശിയിൽ കാണുന്നില്ല. അതുപോലെ പോട്ടെ, അതാണ് പ്രശ്നം. ഈ നേത്രം സ്പർശിച്ചുകൊണ്ട് നമുക്ക് കാഴ്ച ഉൾക്കാഴ്ച വേണം. കാര്യങ്ങൾ തൊട്ട് കാണിച്ചങ്കം അതല്ലേ തങ്കരാശി സംസ്കൃതം സംശയമില്ല. ദോഷമായി പറഞ്ഞ ലിസ്റ്റിൽ ആദ്യം പറഞ്ഞ സാധനം അതാണ് അല്ലേ. പക്ഷേ മറ്റൊന്ന് ഉള്ളിലേക്ക് കടന്നാൽ മതത്തിന്റെ സമ്പർക്കമുള്ളതിനോട് കൂടുതൽ അന്വയിച്ചാൽ അത്രേ ഉള്ളൂ. നമുക്ക് എന്താണ് സബ്സ്പ്രഷൻ പാപത്വം പറയുന്നിടത്ത് അവസാനം പറഞ്ഞ ഗ്രഹത്തിന് കൂടുതൽ പാപത്വം എന്നും ആദ്യം പറഞ്ഞ ഗ്രഹത്തിന് പാപത്വം കുറവാണെന്ന് പറയുന്നത് പോലെ ഇവിടെ സംസ്പൃശൻ നാഭിനാസാധ്യ കേശരൂപ നക്ഷത്രിക്കാൻ അവസാനം എല്ലാം ദോഷമായിട്ട് പറഞ്ഞിരിക്കുന്നു. അവസാനം പറയുന്നല്ലേ അപ്പൊ നേത്രം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ദോഷം കുറച്ച് കണ്ടാലും ദോഷമുണ്ട്. അല്ല എന്നറിയ മുഖമാണ്, മുഖത്തിൽ ദോഷമുണ്ട്. പക്ഷെ നേത്രായതുകൊണ്ട് അതിന് വിശേഷ വിധിയുണ്ട്. അത് ഹാസ്യത്തിൽപ്പെട്ടതാണല്ലോ, മുഖത്തിൽപ്പെട്ടതാണല്ലോ കണ്ട്. അതുകൊണ്ട് ദോഷമുണ്ട് എന്ന് കാണിച്ചു. അതാണ് ആ ദേവതാ ദോഷത്തെ നിർണയിച്ചത്. അത് പ്രച്ചാലങ്ങൾക്ക് ചൊവ്വയുണ്ട്. അല്ല, നമ്മളിപ്പം കുറച്ച് ദോഷമായിട്ടാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് മറ്റേത് അന്വയിച്ചിട്ടില്ല എന്നർത്ഥം ദോഷം വരുന്നില്ല. അത് കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ചെയ്യട്ടെ എന്നാണ്. അത് ഉത്തരവാദിത്തം കുറച്ചുകൂടി കാണും. അത് ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് അങ്ങനെ ധർമ്മദേവുണ്ട്, ആ ദേവതയെ വേണ്ടവണ്ണം ആരാധിക്കുന്ന ബോധത്തോട് നമ്മൾ ചെയ്യട്ടെ. ഈ ഗ്രാമദേവതാബന്ധമാണ് അതില്. ഗ്രാമത്തിന്റെ അധീശത്വം ഉണ്ടാവും. ഈ ചൊവ്വ അനിഷ്ടവതാ വരുമ്പോ സന്താനപ്രണത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഗ്രാമദേവതയായിട്ട് കണക്കായിക്കൊണ്ട് ഗുഹദേവ സ്വഗ്രാമദേവത ഗുഹരിവ്യത്യാക്ഷദോഷ കുജേ വാതകാധിപനായി നിൽക്കുന്ന ഗ്രഹമാണ്, 4ാം ഭാവതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രശ്നത്തിൽ അങ്ങനെ കാണിച്ചുകൊണ്ട് ചിങ്ങൻ രാശിക്ക് ആ ദേവതാ കാര്യം നല്ലോണം ആലോചിച്ചിട്ട് നേരെയാക്കട്ടെ. പിന്നെ സ്പൃഷ്ടാംഗത്തിൽ നിന്നും ഈ പിന്നെ സ്പർശിച്ച രാശിയിൽ നിന്നും നിന്ന രാശിയിൽ എങ്ങനെയാ അന്നെങ്ങനെയാ അങ്ങയുടെ എവിടെ ഇതിൽ നിന്നതിനെ കിഴക്കാണോ ഏത് ഭാഗത്താണ് അഗ്നികൊള്ളാം പിന്നെ ഇങ്ങനെ അല്ലേ വിധിക്കലാണ് അല്ലേ. അപ്പൊ അത് ഗുണഫലമായിരിക്കില്ല. ദിക്കിന്നിട്ട് വിധിക്കിനെ സ്പർശിച്ചാൽ അങ്ങനെ പുരുഷന്റെ പേരില് പ്രശ്നം വെച്ചിട്ട് സ്ത്രീ വിഷയെ ചെയ്തുകൊണ്ടാണ് അതിന്റെ ദോഷം. അത് നല്ലതല്ല. ദിക്കിലെ സ്പർശിച്ചു. ദേവതാ വിഷയം ഉണ്ട് അതില്. ദേവതാ വിഷയത്തിന് പ്രാധാന്യം കൂടുതലുണ്ട്. ഇന്നലെ ഒരു ചർച്ച ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കൃഷ്ണജയന്തിയിൽ സൂര്യേന്ദ്രന്മാർ രണ്ടാളും യുഗ്മരാശി യുഗ്മാംശത്താൽ കൃഷ്ണാചാര്യൻ സ്ത്രീ വിഷയത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തോളം എന്ന് പറഞ്ഞില്ലേ, ഒരു പ്രകടനം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സ്ത്രീക്ഷേത്രേ രവിചന്ദ്രവും നാരീചിന്തകരവും വിനിർദ്ദേശ്യവും താവേവും പുരുഷരാശവും പുരുഷാശ്രിതാം ചിന്താം. ഒരു അങ്ങനെ ചിന്താപദ്ധതിയിൽ ഭഗവതി പ്രധാനമാണ് ഈ പ്രശ്നത്തിന് ഒന്ന് വേണ്ടതെന്ന് നമ്മൾ ഇന്നലെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ കോട് രാശി നിന്നിട്ട് ഈ ദിക്കിലേക്ക് തൊട്ടതുകൊണ്ടും സ്ത്രീ വിഷയത്തിലാണ് ശുഭേ. ദേവതാ വിഷയത്തിൽ അങ്ങനെയാണ് വേണ്ടത്. പുരുഷന്റെ പേരിൽ പ്രശ്നം വെച്ചിട്ട് ഈ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് പുരുഷന് ദോഷവും സ്ത്രീക്ക് ഗുണമാണ് വിധിക്കേണ്ടത്. അപ്പോൾ ഭഗവതിയാണ് ഇവിടെ നല്ലോണം ആരാധിക്കേണ്ടതെന്ന് കണ്ടുവെക്കാം. നമുക്ക് ആ ഒരു വിഷയം. പിന്നെ അടുത്തത് ആർഷിതക്ഷം മിഥുന രാശി അന്നത്തെ ലഭിക അല്ലേ. അന്നത്തെ ഗ്രഹസ്ഥയിലെ മിഥുന രാശിയിൽ പാവയോഗങ്ങളൊന്നുമില്ല. വ്യാഴനവാംശമുണ്ട്, സ്ഥിത്യാരൂഢം നന്നായിട്ടുണ്ട്. ഭാവാദിവിന് ദോഷമൊന്നുമില്ല, ദുസ്ഥിതികളൊന്നുമില്ല. പ്രഷ്ടാവ് നിന്നരാശി വിശേഷിച്ചിരിക്കണം. വൃശ്ചകാധിഷ്ഠിതം രാശിയും വിജ്ഞായ വൃശ്ചകാധിഷ്ഠിതമായ രാശിയെ മനസ്സിലാക്കിയിട്ട്
വൃശ്ചകസ്യ ദിശിക്കോണെ അതാണ്. അപ്പോൾ ആ രാശിക്ക് ദോഷങ്ങളില്ല. മിഥുനം എന്ന് പറയുമ്പോൾ അത്യന്തം ദോഷം രാശിയിൽ കൊടുക്കാനില്ല. 7-ലെ ഗുളികൻ ബാധയിൽ നിൽക്കുന്നതാണ് അവിടുത്തെ ഒരു ദോഷം. നമ്മുടെ ലഗ്നത്തിലെ 7 ഗുളികൻ വ്യാഴക്ഷേത്രത്തിലാണ്. അപ്പോൾ ബ്രഹ്മരക്ഷത്തിൽ ശുക്രനവാംശത്തിൽ നിൽക്കുന്ന ഗുളികനാണ്. ശുക്രനവാംശത്തിൽ നിൽക്കുന്ന ഗുളികൻ വ്യാഴക്ഷേത്രത്തിൽ ആയതുകൊണ്ട് ആ രക്ഷസിന്റെ വിഷയം അതിഗൗരവമായിട്ട് പരിഹരിക്കണം. അത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അനിഷ്ടമാണെന്നും കൂടി നമുക്ക് നോക്കാം. ഭാവാധിപൻ ദുസ്തനാണ് ബുധൻ. ഒരു യാത്രക്ക് നിഷേധിച്ച ഒരു രാശിയാണ് മിഥുനം. അതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ ചിന്തിക്കാൻ എല്ലാ വിഷയങ്ങൾ അല്ലേ. ഇപ്പോൾ ലഗ്നാധിപൻ ഗമനാഗമനത്തിന്റെയും അഥവാ മുഹൂർത്ത ലഗ്നത്തിലാണല്ലോ അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. സ്ഥിരനില ചിത്രാംബുകയെന്ന് സ്ഥിരേത് നയിക്കുമല്ലോ അല്ലേ. യാത്രക്ക് നിഷിദ്ധമായതാണ്. ചിത്ര അംബുക ഇന്ദു സ്ഥിരരാശിയും മധ്യമാണ്. അഥവാ പിന്നെ മിഥുൻ രാശി എടുത്തു പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദേവതയ്ക്ക് വല്ല വിശേഷകാലത്തുള്ള യാത്രാകാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് ഇന്ന് മുടക്കം തട്ടിയിട്ടുണ്ടോ നോക്കണം. ബുധൻ 3-ലായതുകൊണ്ട് ഈ ഭഗവാന്റെ വിഷയത്തിൽ സാക്ഷാൽ ഈശ്വരന്റെ വിഷയത്തിൽ ഇവിടുത്തെ ഉത്സവാധികാരികളൊക്കെ ഉള്ളതും വിശേഷമായിട്ടുള്ളതും സഞ്ചരിക്കുന്ന കാലം ഇന്ന് അത് മുടങ്ങിയിട്ടില്ല. ഒന്നും അനുഭവത്തിലൊന്നുമില്ല. വിശേഷം നടത്തുന്നില്ല അല്ലേ. അതങ്ങനെ കണ്ടുപോക്കാം. സ്ഥിത്യാരൂപത്തിൽ പാകനൊന്നുമില്ല. പാകത്തില്ല. ആ രക്ഷസിന്റെ വിഷയം നമുക്കൊന്നും എന്തായാലും ബാധയിൽ നിൽക്കുന്ന ഗുരുശുക്രന്മാരെ യോഗം അത് ഈ ശുക്രൻ ധനുവിൽ അംശിച്ച വിഷമം എന്തറിയോ. ഈ ബ്രാഹ്മണശാവ ഏവ ശാവയെ ബ്രാഹ്മണശാവ ഏവ അങ്ങനല്ലേ ബ്രാഹ്മണശാവം തന്നെ നിശ്ചയാർത്ഥം തന്നെയാണ്. അല്ല, ഈ 9-ാം ഭാവത്തിന്റെ വിഷയത്തിൽ പിന്നെ ഇവിടെ ഈ 9-ാം ഭാവം ഉണ്ടാവാൻ കാരണമായി വല്ല യാത്രാ മുടക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? അത് ഒരു ചർച്ച ഉണ്ട്. കാരണം ഈ 9-ാം ഭാവം ചിന്തിക്കേണ്ട സ്വർണ്ണാരൂപത്തിൽ 9-ാം ഭാവരാശി ദ്രാവരാശി ഇരുന്ന് ഇങ്ങനൊരു വിഷയം അഷ്ടമത്തിലെ വ്യാഴമായതുകൊണ്ട് അതിന്റെ വിഷയം നല്ലോണം ചിന്തിച്ചു. അവര് ഈ വേറൊരു ഒരു കാരണങ്ങൾ ഒരു വിശേഷ വിധികളൊക്കെ വരാനൊരു കാരണങ്ങള് അത് 12-ലെ ചന്ദ്രൻ ഒരു 9-ാം ഭാവത്തിന് 12 ചന്ദ്രനും 12 കേതുവാണ്. കാലഘട്ടത്തിൽ അടിസ്ഥാനമായ ഒരു ദുസ്ഥിതി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരു പ്രളയങ്ങളോ മറ്റു വിഷമങ്ങളോ ഇതിന് കാരണഭൂതമായിട്ടുണ്ടാവും. അവിടുന്ന് വിട്ടുവരാനുള്ള കാരണങ്ങള് യുദ്ധങ്ങളോ പ്രളയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവും എന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. മാനസിക ഘർഷണം എന്തെങ്കിലും രാജ്യയുദ്ധങ്ങളൊക്കെ വരാം. സൂര്യേന്ദ്രന്മാൻ ഇഷ്ടവതാക്കുമ്പോൾ ആചര്യം പറഞ്ഞ് ഏതോ ഉദയം വിപരീതാമെന്ന് കണ്ട് ഉദയലഗ്നം ചിങ്ങമാണ്. ആ ചിങ്ങൻ രാശിക്ക് പിന്നെ ചിങ്ങം ആരൂഢമായിട്ട് സൂര്യേന്ദ്രന്മാർക്ക് അനിഷ്ടഭാഗം കൊടുത്താൽ രാജാവിൻ്റെ രാജ്യത്തിൻ്റെ ഗുണഫലങ്ങൾ യഥാവിധി അനുഭവിക്കാത്ത വിഷയം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു പ്രകടനത്തിൽ പറഞ്ഞല്ലോ. ഭാര്യന്തോ ബലിനവും അതിലേക്ക് പോകുമ്പോ അവിടെ രാജാവുമായി പിണക്കമുണ്ടായി എന്ന് പറയേണ്ടി വരും. ഈ ഭാനിന്ദുക്കൾ ബലവാന്മാരായിട്ട് ചതുഷ്ടകന്മാരായിട്ട് വരുന്ന സമയത്താണ് ഒരു രാജകീയമായ അനുഭൂതി പൂർണ്ണമായിട്ടുണ്ടാവുക. ഏതവും സൂര്യേന്ദ്രവും വിപന്മാരായിട്ട് പിന്നെ അതായത് ഈ പറയപ്പെട്ട കേന്ദ്രത്രികോണ രാശിയിൽ അല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കർക്കിടക ലഗ്നവും ചിങ്ങലഗ്നവും ആയിട്ട് വരും വേണം. അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറയേണ്ടി വരും? അസ്യാനുഭൂതി. ഇപ്പോൾ രാജാവിനുണ്ടാവുന്ന എന്തോ വിഷയങ്ങൾ ഇന്ന് രാജാവിൻ്റെ വിഷയവും കൂടി ഇവരിലേക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള കാരണമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഐതിഹ്യം? എങ്ങനെ രാജാവിൻ്റെ ശാസന ഒരു യുദ്ധം ഇതൊക്കെ അവിടെ ഉണ്ടായെന്ന് കേട്ടോ? എങ്ങനെയാ നിങ്ങളുടെ ഐതിഹ്യം ഉണ്ടാവില്ലേ? രാജാവിൻ്റെ ശാസന, ഒരു രാജാവിൻ്റെ അധികാരം ഈ 12-ലെ സൂര്യനെ കാണിക്കുന്ന ഉദയലഗ്നത്തിൽ നമുക്ക് ഒരു ഈ മൂലാരൂഢം ചിന്തിക്കേണ്ട ചിങ്ങം രാശി ഉദയലഗ്നമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളുടെ പരസ്പര യുദ്ധം
അത് അങ്ങനെ ഒരു മാനസിക സ്പർദ്ധത വന്നിട്ട് അതിലൂടെ ഇങ്ങോട്ട് അവിടുന്ന് ഈ നാലാം വിഭാഗക്കാർക്ക് ദേശം വേറെ കൊടുത്തു. അത് രാജാവ് ദാനം ചെയ്തായിക്കോ? രാജാവല്ല, അല്ല. അവിടുത്തെ മണ്ഡലാധിപൻ, ബ്രാഹ്മണ മണ്ഡലാധിപൻ. ശരി, ആ ബ്രാഹ്മണ മണ്ഡലാധിപൻ മണ്ഡലാധിപൻ. ഭരണക്കാര് ആരാണ് ഭരണം അല്ല അതിപ്പോ നടത്തുന്നത്? അർക്കസ് ഇപ്പൊ സൂര്യന്റെ ബലം നിർണ്ണയിച്ച് മണ്ഡലാധിപനാവാം, രാജാവാകാം, രാജ്യത്തുള്ള വിപ്രനായാലും രാജ്യത്തോട് അന്നത്തെ രാജ്യത്തുള്ള ആ കാലഘട്ടം രാജ്യത്തോട് അങ്ങനെ ആളുടെ അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്ന ആൾ നിയന്ത്രണം മുഖേനയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടുള്ളത്. ദിവനന്റെ മൂലഗ്രഹം സ്വർണ്ണാരൂഢത്തിൽ 7ാം ഭാവം ചിങ്ങൻ രാശിയായിട്ട് സൂര്യേന്ദ്രന്മാര് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇത് പറയണം. അത് അങ്ങനെ ഒരു ചരിത്രം ഞാൻ മനസ്സിലാക്കിയത് പറയാച്ചാല് അർത്തൽ ദേശത്ത് 5 ദേശ ബ്രാഹ്മണരും 4 ദേശ ബ്രാഹ്മണരും കൂടി താമസിക്കുന്ന കാലം. ഈ പതിത്വ കൽപ്പനയുള്ള സമയത്ത് ഈ 4 ദേശ വിഭാഗക്കാരെ ഈ ചിത്തന്നൂർ ദേശത്തേക്ക് മാറ്റി താമസിച്ചു. അത് ഇന്നും നമ്മളെ ഈ 4 ദേശപ്പെട്ട ചില ആൾക്കാരെ ഉപാസന ഉപാധി ആടെ വിട്ടുപോയിരുന്നു. ഇവിടെയുള്ള 5 ദേശക്കാരെ അങ്ങോട്ട് മാറ്റി അവരുടെ ഇവിടെ വിട്ടുപോയി എന്നൊരു ചരിത്രം. അവരത് വിട്ടുപോയത് ഇവിടെ പുനഃസ്ഥാപിച്ചു. ഇവരെ പേരിൽ തന്നെ അവരാണ് അറിയപ്പെടുന്നു. ഇന്നുണ്ടല്ലേ അതിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നു. മനസ്സിലായ? അങ്ങനെ ചില ചരിത്രങ്ങൾ രാജാവിന്റെ രാജ്യാനുഭൂതി ഗുണം വിധിച്ചതും ദോഷം വിധിച്ച ഒറ്റ പ്രമാണം. അത് ധാന്യന്തോ വിധിനോ ചതുഷ്ടേതവും ക്ഷേത്രം തയോർവാഭവേത് ആരൂഢം വിധി. അങ്ങനെ കിട്ടണം. ചിങ്ങമോ കർക്കിടമോ ലഗ്നമായിട്ട് ഉദയാരൂഢങ്ങളോ ഏതെങ്കിലും ആരൂഢമായിട്ട് അവിടെ അതിലെന്തെങ്കിലും മാനസിക ഘർഷണം ഉണ്ടാവുകയോ സൂര്യൻ പറഞ്ഞിട്ടിരുന്നാൽ അങ്ങനെ ആ ഘർഷണം ഉണ്ടായത് മൂലമാണോ അതുകൊണ്ട് വല്ല കോപം വരും, പിതാവിന്റെ കോപം വരാം. അല്ല, ആ ഘർഷണം കൊണ്ട് എന്തെങ്കിലും ദൈവികമായ ശാപകോപങ്ങൾ ഇന്ന് സംഭവിക്കുന്നത് ശിവകോപ, ശിവന്റെ കോപമുണ്ട്. എന്നുവെച്ചാൽ 12 അംശയിച്ചിട്ട് 6 നിൽക്കുന്ന സൂര്യന് കുംഭൻ രാശിക്ക് ഒരു ബാധാപ്രകരണത്തില് 6ലെ കർക്കിടകൻ രാശി കുംഭൻ രാശിക്ക് ബാധാസ്ഥാനമാണ്. ബാധകാസ്ഥാനത്തേക്ക് സൂര്യൻ ശിവകോപത്തിന്റെയും ദേവകോപത്തിന്റെയും പിതൃകോപത്തിന്റെയും കർത്താവാണ്. അതിപ്പോ എല്ലാ വിഭാഗത്തിലേക്കും വരുമോ അല്ല ഏതെങ്കിലും ഒരു കുടുംബ വിഭാഗത്തിലേക്ക് മാത്രം വരും? 12 ആരൂഢത്തിന് വെള്ളം ശയിച്ചാൽ മുഴുവനാവുന്നത്. ഒരു ദുരിതം ചിന്തിക്കേണ്ട, പാവം വ്യയം പതനം ഇതൊക്കെ ചിന്തിക്കേണ്ട, ദുരിതം ചിന്തിക്കേണ്ട 12ാം ഭാവത്തിൽ സൂര്യാംശം ശനിക്ഷേത്രത്തിൽ വന്നാൽ നീചക്ഷോ രിപുകേഹസ്തോ ഗ്രഹോ ഭാവവിനാശകൃത്ത് ആ ഭാവത്തെ മുഴുവൻ നശിപ്പിക്കുമല്ലോ. അല്ലാണ്ട് അതിന് വേറെ വരുന്നത് ഒന്നിനല്ല, ആരൂഢത്തെ മുഴുവനും ദോഷകർത്താക്കുന്നുണ്ട്. അതിന് ഹേതി ചിലപ്പോ 9ാം ഭാവങ്ങൾ ഒന്നാവാം, പക്ഷേ ഇതിന്റെ ദോഷം മുഴുവനായിട്ട് ബാധിക്കുന്നു. പക്ഷെ സംശയിക്കുന്നതല്ല എനിക്കതിൽ അല്പം ഒരു കിരാതത്വമുള്ള ശിവനാമോ ചിന്തിക്കണം. ഈ അനിഷ്ടഫലദാതാവായ സൂര്യൻ 12 ശനിക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ഈ കിരാത കലയിലുള്ള ശിവന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ വല്ല കിരാത ശിവനായിട്ടുള്ള ദേവനോ ശിവൻ എന്ന് പറയണ്ട ശിവഭൂതങ്ങളായിട്ട് ആരാധിക്കുന്ന ദേവങ്ങളുണ്ടോ? അർത്ഥമണ്ഡലാധിപന്റെ ഉപാസന മൂർത്തിയതാണ്. അത് നമുക്ക് അതിനെന്തെങ്കിലും വാർഷികമായിട്ടെന്തെങ്കിലും അവിടെ പോയി ചെയ്യുന്ന പദ്ധതി അത് എങ്ങനെയാ എന്ത് ശിവനായിട്ടാ പറയാ? കിരാത ശിവനായിട്ടാ പറയേണ്ടത്. 12 സൂര്യനാകുമ്പോ അത് ശനിക്ഷേത്രത്തിലാവണ്ടേ. ശനേർഗ്രഹസ്ഥനായ പ്രബലവരില്ലക്കാർക്ക് ഒരാൾ നടത്ത 1-ാം ഊരാണ്. അവരാണ് മണ്ഡലാധിപൻ. ആ കാലഘട്ടത്തിൽ നടത്തിപ്പ് മണ്ഡലാധിപത്യം അവർക്ക്. അവർക്ക് ഉപാസന ഒരു കിരാതമൂർത്തി ഉണ്ട്. അവര് ഭൂതനാഥൻ ശാസ്താവ് എന്നൊക്കെ പറയുന്നത്. ശാസ്ത്രസങ്കല്പത്തിൽ ആരാധിക്കുന്നേ ഉള്ളൂ. അയ്യപ്പനാണ്. അരിഷ്ടപ്രദാതാവായിരിക്കുന്ന ഗ്രഹം സൂര്യനാണ്. അത് കർക്കിടകൻ രാശി എന്നിട്ട് പിന്നെ എന്തായാലും മകരത്തിൽ അംശയിച്ചു എന്നുള്ളത് അതെങ്ങനെയാ? നവാംശകത്തിലെ അതിന്റെ പ്രകൃതി എങ്ങനെ വരിക? സൂര്യസ്ത്രത്തിലെ മകരത്തിലെ നവാംശകം സൂര്യസ്ത്രത്തിലെ മൂന്നാം അന്ത്യത്തിലേക്കാണല്ലേ 18 ബന്ധപ്പെട്ട
ചില വീണമാർക്ക് ഇതായിരിക്കൊന്നുമില്ല അതെ അത് സംസാരിച്ചു. ഇതിലേക്കാണ് അല്ലേ? അപ്പോൾ മകരാന്ത്യത്തിലേക്കാളും വരും. എങ്ങനെയാ അതിൻ്റെ വിവരം വരിക? പിന്നരോപത്തിനും വരിക അല്ലേ? ചൂണം, ചാപം ഇതെല്ലാം ഉണ്ടാവില്ലേ കയ്യിൽ? കിന്നരോപനുസകമ്പള സ്ഥൂണചാവകവലീ സമന്വിത കന്തമുദ്വഹി രത്നയിത്രിതം മകരരാശി പശ്ചിമം. അപ്പോൾ അത് കിരാത് തന്നെയാണ്, സംശയിക്കണ്ട. അത് ശാസ്താവായിട്ട് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്നങ്ങനെ പേര് വിളിക്കുന്നേ ഉള്ളൂ. സ്ഥൂണ ചാവ കവചൈഹി സമന്വിത ഒരു രണദേവതയാണത്. ആവനാഴിയുണ്ട്, അമ്പുമ്പിലൊക്കെ കയ്യിലുണ്ട്, ഈ പടച്ചട്ട കവചങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആ ദേവതയുടെ കോപം ഇന്ന് ഇവിടെ എങ്ങനെ സംഭവിക്കുക വെച്ചാൽ ആരോടത്തിന് 12ാം ഭാവത്തില് ഉണ്ടാവും. അതിന്റെ അസ്വസ്ഥതയിനുള്ളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ശിവകോപത്തിന്റെ പരിഹാരം കാര്യമായിട്ട് വേണം. അതിപ്പോ വെച്ചാൽ ഒരു സ്ഥാനം അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റും നോക്കണം. ഇവിടുന്ന് അതിന്റെ ദുരിത വേർപാട് ബാധാസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ബാധാ വേർപാട് വരുത്തിയിട്ട് ആ ദേവതാ ദുരിതം പരിഹരിച്ചിട്ട് അവിടെ യഥാവിധി ഒരാചരണത്തിൽ സമ്പ്രദായം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ. ആ ഇല്ലപ്പേര് എന്നാ പറയാ, അവിടുത്തെ എന്നാ പറയുന്നത് സ്ഥലം നമുക്ക് ചെയ്യാൻ കഴിയില്ല, അതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒഴിവാക്കേണ്ട കാര്യം വീട് ഒഴിവാക്കാൻ പറ്റും. അവിടെ പോയിട്ട് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. വേറെ ഇല്ലത്ത് പോയിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ വീട് വേർപെടുത്താൻ പറ്റും. അതിന് ബന്ധം വേർപെടുത്തിയൊക്കെ അത് ചെയ്യാം. 6 നിൽക്കുന്ന ഗ്രഹത്തിന് ആരാധിക്കാൻ ത്രികോണ ബന്ധമില്ലാതെ നിൽക്കുന്ന ആരാധിക്കണം എന്ന് പറയേണ്ടതില്ല. ആവാഹിച്ചാടെ കൊണ്ട് സമർപ്പിച്ചേക്കും അതിന്റെ വേർപാട് ത്രികോണ ബന്ധമൊന്നും ഇല്ല. മാത്രമേ ഉള്ളൂ. ഒരമ്പലല്ലേ കാലത്ത് ഉമ്മപ്പുണ്ടേ കൊക്കാൻ ഉപ്പമില്ല. പിന്നെ ഗുരുവിന്റെ ചതുർത്ഥത്തിൽ ആശ്രയിക്കുന്ന വിഷയമാണ് എന്നാണ്. അങ്ങനെയാണ് ഇതിന്റെ ഇവിടെ എന്ത് വേണമെന്നുള്ള വിഷയമാണ് അന്വേഷിക്കുന്നത്. അതിലൊന്നും ഇവരുടെ ചതുർത്ഥത്തിൽ ആശ്രയിക്കണം എന്ന് പറഞ്ഞില്ല. ഇല്ല ഒന്നുമില്ല. അത്രേ ഉള്ളൂ. വേണ്ട ഇവിടെ ഒന്നും അതിനുവേണ്ടി ചെയ്യേണ്ട. ഇതിന്റെ ദുരിതങ്ങൾ വേർപെടുത്തിട്ട് അവിടെ സമർപ്പിച്ചേക്കുക. കാരണം അവിടുന്ന് നിഷ്കാസിതമായ കാലഘട്ടമാണ്. പിന്നെ വീണ്ടും അതിനൊരു ആരൂഢമായാൽ തന്നെ ജലേന്ദ്രിയ ബാധകത്താനാണ്. ആ ശരി. ഒമ്പതാം ഭാവമാണ്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ജപബാധ വിവൃത്തി ചെയ്ത് പറയുന്ന വിഷയമുണ്ടല്ലോ. അതിന് ആവിചാരം പോലെ ആവും. അതുകൊണ്ടാണ് അതിന്റെ പരിഹാരം മാത്രം ചെയ്തേക്കുക. ഇവിടെ പറഞ്ഞു അത്യാവശ്യമാണെങ്കിൽ സംശയിക്കാം. പൂർണ്ണമായിട്ടല്ലേ? അത് അത്യാവശ്യമാണ്. സംശയമില്ല. പക്ഷേ അവരത് നിരംശകമാക്കാൻ ശ്രമിച്ചാൽ ശരിയാവില്ല എന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. 6 12 നിൽക്കുന്ന ഗ്രഹം അഷ്ടമതാവാണ്. അത് ശിവകോപത്തിന്റെ കർത്താവായ സൂര്യ. ആ പരിഹാരം ചെയ്യാം. അത്രേ ഉള്ളൂ. പറഞ്ഞു വേണ്ട. ഇനി അടുത്തത് പിന്നെ പ്രശ്നാക്ഷരങ്ങൾ എന്നാ പറഞ്ഞ ചിറ്റന്നൂർ അമ്പലത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിന് വെച്ചയാക്കാൻ ഓഗസ്റ്റ് 9 ക്ഷണിക്കാൻ വന്നതാണ് എന്നാ വാക്യം. ഇതൊരു പ്രമാണവാചകമാണ്. ഇതിൽ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പ്രമാണവാചകമുണ്ട്. കർത്തശബ്ദവും കർമ്മശബ്ദവും ക്രിയാശബ്ദവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിന്റെ ആധികാരികമായ പ്രമാണം ഉണ്ട്. ചിറ്റന്നൂർ അമ്പലത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിന് വെച്ചയാത്താൻ ഓഗസ്റ്റ് 9 ക്ഷണിക്കാൻ വന്നതാണ്. അല്ലേ? ഓഗസ്റ്റ് 9 34 അക്ഷരം കിട്ടും. പിന്നെ മുള്ളൊക്കെ തള്ളിയാൽ 34 അക്ഷരം. ദേവത നെറുതിയാ വരിക. അതിന്റെ പഞ്ചഗ്നി കണക്കിന് 24 അക്ഷരം. 14
എന്ത് വരും? പിന്നെ ഇന്ദ്രോ അഗ്നി, ഹോമവിധാനം അഗ്നി ഹോമവിധാനത. ഒരു പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ചില വേർപാട് ഹോമങ്ങളൊക്കെ വേണം. ബാധാതുര നിവൃത്തിക്കായിക്കൊണ്ട് വേർപാട് ഹോമങ്ങൾ വേണമെന്നാണ് ഇവിടെ ഈ ഗ്രഹം അഥവാ അഷ്ടകന്യയിൽ രണ്ടാമത്തെ ആൾ ഉദിച്ചുകൊണ്ട് ഫലം. ഈ ഹോമകാര്യ പ്രവൃത്തിയിൽ ആൾ പന്ത്രണ്ട് പോയതുകൊണ്ട് അല്ലേ അപ്പോൾ വേറെ എന്തെങ്കിലും ഹോമം ഉണ്ടായിരുന്നു? നിത്യത്തിലുള്ള വിധികളും ഹോമങ്ങളും സൂര്യൻ ആണല്ലോ അതല്ലേ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരുന്നോ? പണ്ട് നിത്യഗണപതി ഹോമം ഇന്നില്ല എന്നുള്ള പഴയ കാലത്ത് ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല. ഹോമകാര്യപ്രവൃത്തിയുടെ കാരകൻ സൂര്യൻ തന്നെയാണ്. അത് ഇന്ന് 12-ലും 6-ലും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും. ഹോമകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. ഇന്നുള്ള സമ്പ്രദായത്തിന് കുറച്ചൊരു മാറ്റം വരുത്തണം. നേരത്തെ പറഞ്ഞ വിധത്തിൽ നിവേദ്യാദികളുടെ കാര്യങ്ങളിലും ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ട് 8-ലെ ചന്ദ്രനായതുകൊണ്ട് ആ ചന്ദ്രന് പാപസംസർഗം ഉള്ളതുകൊണ്ട് നിവേദ്യാദി വിഷയങ്ങളുടെ ദോഷം പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകണം. പിന്നെ അതിൽ ഗണം അങ്ങനെ വല്ലതും അല്ലേ? ശരി. സൂര്യന്റെ ബന്ധം കൊണ്ട് ഈ ഭഗവാൻ കൃഷ്ണനുമാണല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ ചിന്തിച്ചാൽ ചെയ്യാം. അധിക മാസം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ മാസവും ഉണ്ട്. പായസമുണ്ട്. തിരുവോണത്തിന് ചെയ്യുന്നുണ്ടല്ലോ. തിരുവോണത്തിന് പായസം സന്താനഭാഗ്യം അല്ലേ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ. 34 ഒന്ന് വരും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിഷയമായി. അപ്പൊ ഈ അതാ മുമ്പുണ്ടായിട്ടുണ്ട് അല്ലേ, അനുഭവത്തിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് അത് കൊണ്ടുപോകണം. പിന്നെ ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നുള്ളത് ആ ശിഷ്ടേക സാധ്യം. ഒന്ന് ശിഷ്ടമായതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം ഒന്നാണെങ്കിൽ ഉദ്ദേശിച്ച കാര്യം, ആ ഉദ്ദേശിച്ച കാര്യം പൃഷ്ടാശ്രയം ഹൃദയെ നമ്മൾ ഇന്നലെ ആ ജീവേന്തോറി ഗോവിലെത്തുന്ന പോലെ എൻ്റെ യോഗം കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ പിന്നെ ദേവതയുടെ നവീകരണാദി കാര്യങ്ങൾക്ക് പ്രതിബന്ധമില്ലാതെ കാര്യം സാധിക്കും. അതിന് സാമ്പത്തിക മുന്നോട്ടൊന്നും വരില്ല കേട്ടോ. ഇനി ഗണം നോക്കണം. അതായത് പിന്നെ ചിറ്റന്നൂരി ചി എന്നത് ലഘുവാണെങ്കിൽ ഇറ്റ വന്നുകൊണ്ട് അത് ഗുരുവായി, ഇറ്റ എന്നത് ലഘുവാണെങ്കിൽ ഇന്നു എന്ന് വന്നുകൊണ്ട് അത് ഗുരുവായി, ഇപ്പുറമുള്ളതുകൊണ്ട് സർവ്വ ഗുരുവായിട്ട് വരും. ചിറ്റന്നൂരി, ചിറ്റന്നൂർ അല്ലേ എന്നാ പറഞ്ഞല്ലേ. അത് ഇന്നു അപ്പുറം വന്നുകൊണ്ട് വരുമല്ലോ, സർവഗുരുവായിട്ട് വരും. സർവഗുരു മഗണമാണ്, മസ്ത്രിഗുരു. ഇപ്പോ മധ്യ അന്ത്യ ആദ്യ അഖിലേഷു മധ്യ അന്ത്യ ആദ്യ അഖില ജാസാഭാമ മഗണം. ഇപ്പോ ശ്രീയല്ലേ, ശ്രീയ നല്ല ഫലല്ലേ. ലക്ഷ്മിത്വം ഉണ്ടാവുന്ന പറഞ്ഞ വാക്കിൽ നിന്ന് ആദ്യത്തെ 3 അക്ഷരം പ്രത്യേകം എടുത്ത് അതിൽ ലഘുഗുരു കണക്കാക്കിയിട്ട് അത് സർവഗുരുവായതുകൊണ്ട് മഗണമാണ്. ആ മഗണം എന്നത് ലക്ഷ്മിത്വത്തിൻ്റെ ഫലമാണ്. അതിൻ്റെ അങ്ങനെ വന്നുകൊണ്ട് ഭാവിയിലേക്ക് ശ്രേയസ് ഉണ്ടാവും. ലക്ഷ്മി ശ്രീതികഥ്യതേ, ശ്രീ എന്നത് ലക്ഷ്മീൻ്റെ പര്യായമാണ്. ഐശ്വര്യമുണ്ടാവും. ക്ഷേത്രം ദാരിദ്ര്യത്തിലേക്ക് വന്നുപോകില്ല, പൂജയൊന്നും മുട്ടൂല, നിവേദ്യത്തിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. നിങ്ങൾ ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ പരിഹരിച്ച കാര്യങ്ങളൊക്കെ നേരെയാവുമെന്ന് നല്ല വാക്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് പോലും മുട്ടിയില്ല. നേരത്തെ പറഞ്ഞ ഒരു ചന്ദ്രന്റെ വിഷയത്തിൽ അവര് ഇതിനെ ശ്രീയാണോ അവരുടെ വിഷയം? അവിടെ ശ്രീയാക്കുന്നുണ്ടോ? ശരി അല്ലേ? ശ്രീയാക്കുന്നുണ്ടോ അതിനെ? അതുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് ആ ശ്രീ എന്ന കൽപ്പനയിലായിരിക്കും ഇതിന്റെ ആചരണം. ലക്ഷ്മി അല്ലേ, ശ്രീ 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 ശ്രീയ. അത് ഏകവചന പിന്നെ അതായത് മറ്റേത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലേ, പ്രഖ്യാത കീർത്തി ശ്രീ ശ്രീയ ശ്രീയ ആയിക്കൊണ്ട് അത് അതായത് പിന്നെ അനേകം ഫലം പറഞ്ഞു പോയത് പറഞ്ഞല്ലേ, അത് സമസ്തപതായിട്ട് ശ്രീയഹ ബഹുവചന പ്രയോഗം ബഹുവചനം പറഞ്ഞതായിക്കോട്ടെ. ശ്രീയഹ എന്ന് പറഞ്ഞാല് ഇതിപ്പം ഭഗവതി ആ ഭഗവതിയുടേതാണ് എന്ന് വരുമോന്നാണ് പ്രഖ്യാത ശ്രീയ. ഓ
പിന്നെ ഒരു ഫലനിരൂപണത്തിൽ സമസ്തമതായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ബഹുവചനം പ്രത്യേകം പ്രയോഗിച്ചാലേ പിന്നെ മധ്യാന്തികേഷുക മരണമായി വന്നാൽ രണ്ട് ഫലം പറഞ്ഞു. ആ പ്രഖ്യാത കീർത്തിയും ശ്രേയസ്സും അങ്ങനെ ഉണ്ടാകുന്നതാണ്. ആ അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് ശ്രേയസിനായിക്കൊണ്ട് എന്നാണെങ്കിൽ ആ ഇത് ശ്രേയസിനായിക്കൊണ്ടുള്ളതാണോ? ആ ശരി. ഇത് ലക്ഷ്മി ഭഗവതിയുടെ മധ്യ തലമാണോ? അന്ത്യ ആദ്യ അഖിലേഷുക ജാസാഭാമ സൂര്യ അനില ഇന്ദുഷ്മ ക്രമാത് അതിന്റെ ക്രമത്തിൽ എന്താ പറഞ്ഞത്? ആ പിന്നെ അത് ഓരോന്നും ഓരോ ഫലം. ഈ മകണത്തിന് പ്രഖ്യാതകീർത്തി കിട്ടില്ല, ശ്രീയഹാന്ന് കിട്ടുള്ളൂ. അപ്പം അത് സമസ്തവതായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഈ ശ്രീയഹ എന്ന് ബഹുവചനം വരാനുള്ള കാരണം വെച്ചാൽ ഒന്നിച്ച് പദം പ്രയോഗിച്ചോണ്ടാ. അല്ലെങ്കിൽ ശ്രീയഹ എന്ന് ഷഷ്ടി വരൂല അവിടെ. ശ്രീയഹ എന്നുള്ളത് പ്രഥമ ഏകവചനായിട്ട് മാത്രമേ കണക്കാക്കണ്ടുള്ളൂ. അങ്ങനെ ഒറ്റ ഫലം കിട്ടും അവിടെ. ശ്രീ ലക്ഷ്മി ശ്രീതികർച്ചര് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അത് ഇന്നിവിടെ സ്ത്രീയായിട്ട് ആരാധിക്കുന്നു, ശ്രീഭഗവതിയായിട്ട് ആരാധിക്കുന്നു. ഭഗവതിയമ്മേ അതാ സമ്പ്രദായത്തിൽ അത് ഇവിടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട്. ആയിക്കോട്ടെ, സന്തോഷം. എന്താ ജനറേറ്റനോട് ഇങ്ങനെ അത് അല്ല, അത് ഈ രണ്ടും കൂട്ടി പറയുമെന്ന് ചോദിച്ചാ വിഖ്യാതകീർത്തിയും സ്ത്രീയും ഈ മകണത്തിന് ആരോപിച്ചേക്കും സംശയം ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ വന്നുള്ളൂ. ക്രമം പറഞ്ഞല്ലേ നമ്മള് സൂത്രേന്ദ്രയില് യഥാസംഖ്യമനുദേശ സമാനം എന്നുള്ള സൂത്രമൊക്കെ ഇല്ല. അപ്പം ഇല്ലേ ഇത് കിട്ടുമോ? ശുദ്ധിവാസ്യ എന്നതിനെ ഇങ്ങനെ ആക്കുമ്പം ഇതിന് വരണം എന്ന് പറയുമ്പോ അതിങ്ങനെ ക്രമത്തിൽ വരണമെങ്കിൽ ഇങ്ങനെ പോണ്ടേ, എന്നാലേ അല്ലെങ്കിൽ ശ്രീ എന്ന് നിലനിൽക്കണ്ടേ. ശ്രീ ഏകതായിട്ട് നിലനിൽക്കുള്ളൂ. ശ്രീയഹ എന്നുള്ളത് അവിടെ വരണമെങ്കിൽ മറ്റേ പദം കൂടിച്ചേരുമ്പോൾ നിൽക്കും. സമാഹാര ദുന്നനായിട്ട് വരുമ്പോ അല്ലേ വരുള്ളൂ. അങ്ങനെ വന്നതല്ലേ, അതുകൊണ്ട് അത് ശ്രീമതി. അന്നത് ഒന്ന് അങ്ങനെ പറഞ്ഞ കൂട്ടി പറയച്ചിട്ട് പറഞ്ഞല്ലേ. ഏതാ സൂത്രം ഇതാണ് അക്ഷരലഗ്നം ത്രാവും. പ്രശ്നാക്ഷരൈഹി ഉദയഹേ ഉല്ലസദ്ധി. പ്രശ്നാക്ഷരം കൊണ്ട് ലഭിക്കുന്ന ലഗ്നത്തിൽ നിന്ന് അപകടജാതി വർഗങ്ങളെ കൊണ്ട് ലഗ്നം കൽപ്പിച്ചിട്ട് ആ ഭാവത്തിന് തൽക്കാലം പ്രശ്നാക്ഷര ലഗ്നത്തിൽ നിന്ന് വ്യാഴം മറഞ്ഞു. വ്യാഴം മറിഞ്ഞാൽ വ്യാഴം പ്രസാദിക്കേണ്ട വിഷയങ്ങൾ ചെയ്യണം. എന്തൊക്കെയാ ചെയ്തത്? നിത്യം യജ്ഞേന വേദാധ്യായന. നിങ്ങള് പിന്നെ ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അക്ഷരം എന്ന ശബ്ദം ക്ഷരമില്ലാത്തതാണ്. അക്ഷരം പരമോനാഥ ശബ്ദബ്രഹ്മേരി കൽപ്യതേ. അക്ഷരലഗ്നത്തിന് വ്യാഴം പഴിച്ചാൽ വേദഘോഷങ്ങളുടെ വേണം. ബ്രാഹ്മണൻ ചെയ്യേണ്ടതായിരിക്കുന്ന വേദഘോഷങ്ങളുടെ വളരെ ഏറ്റവും പ്രകൃതം ഏറ്റവും സമ്പ്രദായത്തിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നാമജപങ്ങളും വേദഘോഷങ്ങളും ഇവിടെ മുഴുകണം. അതാണ് ഈശ്വരന്റെ ആഗ്രഹിക്കുന്നത്. വ്യാഴെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇതിന്റെ ശ്രവണത്തിന്റെ അങ്ങനെ പറയാ, വ്യാഴത്തിന്റെ കാരകനല്ലേ ശ്രവണം അല്ലേ? അതെ, ഇന്നതില്ല. അല്ല, അതിന് വല്ല തടസ്സവും നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. ശരി. ഒമ്പതാം ഭാവത്തിന്റെ വിഷയത്തിൽ വല്ലതും ഒരു ഹീനാംഗത്വം വന്നിട്ടുണ്ടോ? ഹീനാംഗത്വം 12 ചന്ദ്രന് അതുണ്ട്. രംഗഹീനോ വേ എന്ന് പറഞ്ഞുകൊണ്ട് വൈകല്യം വന്നിട്ടുണ്ട്. അത് നേരത്തെ പരിശോധിച്ചു. 2 പരമ്പര പൂർണ്ണമായിട്ട് നശിച്ചു പോയതാ. ആ നശിച്ചതിന്റെ ദുരിതം അതിന്റെ പൈതൃക ദോഷമുണ്ട് ഇന്നലെ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പരിഹാരം നിഷ്ക്രിയം. അവിടെ നിന്നാണ് നമുക്ക് ഈ 9ാം ഭാവത്തിനാണ് ഗ്രഹങ്ങൾ മുഴുവൻ പിഴച്ചത്. വ്യാഴം മറ്റിപ്പോ ഈ സ്വർണ്ണാരൂഢം പ്രതി ചിന്തിച്ചാൽ നമ്മളെന്താ ചിന്തിച്ചതാ? ലഗ്നാധിപൻ ലഗ്നത്തിൽ സ്വക്ഷേത്രസ്ഥനായിട്ടോ മൂലക്ഷേത്രശാലിയായിട്ടോ നിന്നിട്ട് ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വ്യാഴവും ബുധനും ശുക്രനും നിന്നാൽ ഈ പ്രഷ്ടാവ് സൽസ്വരൂപനായിരിക്കുന്നല്ലേ നമ്മൾ കണ്ടത്? വേണ്ടതല്ലേ? ലഗ്നാധിപൻ സ്വകേഹസ്ഥനായിട്ട് ബുധ ഗുരു കവിഭി കേന്ദ്രക സംയുതോവ. ബുധനാലോ ബുധുഗുരു കവികള് ബുധനും വ്യാഴവും ശുക്രനും കേന്ദ്രകനോ സംയുതനായി വരുമ്പോൾ ഈ പ്രഷ്ടാവ് ആരായിരിക്കും? സൽസ്വരൂപനായിരിക്കും.
അയാൾക്ക് എന്താ ഗുണങ്ങൾ വെച്ച് പറഞ്ഞു. പിന്നെ എന്താ തൽസ്വരൂപ ജ്ഞാതീശസ്വകേഹേ ബുധഗുരുകവിസ്കേത്ര സംയതോക സ്വേതുങ്കേ സുമിത്രേ വീക്ഷിതോ സൽസ്വരൂപ സ്യാം നൂനം പുണ്യശീല. നിശ്ചയമായിട്ടും ആള് നല്ല ശീലക്കാരനാണ്. ഈ ഭഗവാൻ എല്ലാ ഗുണവും കൊടുക്കാൻ കഴിയുന്ന ആളാ. സകല ജനമന സർവസമ്പന്നിധാനം, എല്ലാ ജനങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങളുടെ ഇരിപ്പിടമാണിത്. ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമായിട്ട് കാണുന്ന ഈ ഭഗവാന. ധ്യാനീ മന്ത്രീജ ഭോഗി. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ധ്യാനനിരതന്മാർക്ക് പ്രാർത്ഥിക്കാം, പിന്നെ രാജസഗുണമുള്ളവർക്ക് പൂജിക്കാം, ഭോഗസുഖത്തിന് വേണ്ടിയിട്ട് ഗൃഹധർമ്മത്തിന് പൂജിക്കാം. നേരത്തെ പറഞ്ഞ സന്താന ഭാഗ്യാദി വിഷയങ്ങൾ ചിന്തിക്കാം. പിന്നെ സുരുചിരവദന, നല്ല മുഖകാന്തിയുള്ള ആളാണ്. സുരുചിരവദനാണ്, നല്ല മുഖകാന്തിയുള്ള ഈശ്വരനാ. മാനവോ മാനവാന, മാനവാനാം മാനവ, മാനവന്മാർക്ക് മാനവനാവുന്നു. അതായത് മനുഷ്യർക്ക് ഒരു ദേവനാണെങ്കിൽ ഇതിപ്പോൾ മാനുഷികതയിലായി പ്രമാണം. പക്ഷെ ദേവൈന്ത്യയിലേക്ക് അധ്യാഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? ഭഗവാൻ മനുഷ്യന്റെ കൂടെ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളാണ് അർത്ഥം. നിങ്ങൾ എവിടെ പോന്നോ, നിങ്ങൾ ഏത് കാര്യത്തിന് പോന്നോ, ഞാനൊരു മനുഷ്യനായിട്ട് നിങ്ങളുടെ കൂടി ഉണ്ടാവും എന്ന് പറയേണ്ട വ്യാഖ്യാനമാണ്. ഗണേശ ദൈവത്തിൻ്റെ പിന്നെ ജാതക അലങ്കാരം അല്ലേ, അങ്ങനെ പറഞ്ഞു പോയതല്ലേ. അതുകൊണ്ട് നമുക്കതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇവിടെ സംഭവം പിഴച്ച 9-ാം ഭാഗത്താണ്. ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒന്നുകൂടി നിഷ്ഠ വരുത്തിയിട്ട് അതിലാ ധർമ്മദീപാദി വിഷയം നേരെയാക്കുക. 9-ാം ഭാഗം ചില ആൾക്കാർ നമസ്കാരം. ഒരാൾമാരെ പറ്റി ഒരു ചിന്ത ഭാവേന്ത്യയിൽ വരും. ആ സമയം നമുക്കത് ഒന്നുകൂടി നോക്കിയിട്ട് സമസ്തഭാവജ ഫലം എന്ന് പറയുമ്പോൾ ആ ചിന്ത ഒന്നുകൂടി വരാം കേട്ടോ. വീണ്ടും അങ്ങോട്ടൊരു ഇങ്ങനെ ചിന്തേനത് തോന്നി. സ്ഥിതി ഞാനൊരു ചോദിച്ചെന്നാ അവിടെ ഒരു ദുസ്തേനൊന്നും ആക്കണ്ട. അവൻ രാശിയാതല്ല. പക്ഷെ അതിലൊരു പ്രമാണം നിങ്ങൾ കണ്ടെന്നറിയോ? ഗ്രഹയോഗ ദൃഷ്ടി ഇല്ലാത്ത രാശിയായിട്ട് വന്നിട്ടുണ്ട്, വിജനമായി പോയിട്ടൊരു കാലമുണ്ടാകും. ഒരു ഗ്രഹങ്ങളെ യോഗദൃഷ്ടി ഇല്ലാതെ രാശി വന്നാൽ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. യതി നൈകകരസ്ഥ വീക്ഷിതേ ലഗ്നന്തോഹ വിജനേ വിജനേ ജനശൂന്യേ. ജന്മാധ്യായത്തിൽ നിങ്ങൾ ഒരാളുമില്ലാതെ ഒന്നുമില്ലാതെ ആയിപ്പോയിട്ടുണ്ട്. അഥവാ ലഗ്നം വാ ഇതിവാ ചന്ദ്രം പറഞ്ഞല്ലോ. നിങ്ങൾ ഏതിലും മുന്നിൽ ഗ്രഹോനൈവേക്ഷിതേ ഒരു ഗുണം രാജയോഗം വിധിച്ചാൽ അവിടെ 9-ാം ഭാവത്ത് രാജയോഗം നശിക്കുന്ന ലക്ഷണമല്ലേ. തഥാവി രാജയോഗാനാം ഭംഗമാഹ പരാശര. ആ ഭാവത്തെ മാത്രം ദേവനത് ബാധിക്കില്ല. കാരണം ചന്ദ്രന്റെ ഗുണങ്ങളുണ്ട്. ലഗ്നം വാ ഇതിവാ ചന്ദ്രം. നമ്മളൊരു ഭാവേന്ത്യയിലേക്ക് മാത്രം നിശ്ചയിക്കും 9-ാം ഭാവത്ത് മാത്രമേ ഈ ചിന്താബുദ്ധി ഫലിക്കൂവെന്നും ദേവനെ സംബന്ധിച്ച് രാജയോഗഭംഗമില്ല. ചന്ദ്രന്റെ കേന്ദ്രത്തിലും ലഗ്നത്തിലൊക്കെ കേന്ദ്രത്തിൽ ബലവാന്മാരായ ഗ്രഹമുള്ളത് കൊണ്ട് ഭഗവാനെ സംബന്ധിച്ച് ദോഷമില്ലെന്നും ഊരാളന്മാർക്ക് ഇന്ന് രാജയോഗത്തിന് ഭംഗം കാണുന്നുണ്ട്. സംഭാവൻ ലഗ്നം പ്രകൃത്യ അങ്ങനെ ശാസ്ത്രം കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ ഭാവസ്യ ഫലം വിചിന്യം. നമ്മളൊരു ഭാവത്തെ ചിന്തിക്കും, ആ ഭാവത്തെ ലഗ്നമാക്കിയിട്ട് അതിന്റെ ഗുണദോഷം ചിന്തിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഊരാള വിഭാഗത്തിൽപ്പെട്ട് രാജപദവിയിൽ ജീവിച്ച ആൾക്കിന്ന് രാജയോഗം നശിച്ചിട്ടുണ്ട്. അത് വിജനമായി പോയിട്ടുണ്ട്. ഒരു കാലം ഇവിടെ പ്രളയമുഖേന മുഴുവൻ നഷ്ടപ്പെട്ട് രണ്ടാമത് വന്നാണ് കൂട്ടിച്ചേർത്തതാണ് എന്ന് ഗ്രഹോചരം സ്പഷ്ടമായിട്ട് കണ്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ അവരെ ആ വിഷയം 9-ാം ഭാവം വരാം. സ്ഥിതി ഇനി സ്ഥിതി എങ്ങനെ സമസ്ഥിതിയാണോ അല്ല എന്നാ എന്തോ ചോദിക്കാൻ പോയത് ഇതന്നെയല്ലേ? വ്യാഴമാട്ട അഷ്ടമത്തിൽ വന്നുകൊണ്ട് കൃഷ്ണാവിചാരോദ്ഭവം നമ്മളൊരു പ്രമാണം ചൊല്ലിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ വല്ല പാരായണം ഇവിടെ മുടങ്ങി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വിക്രമ ഷട്ടാധിപത്യം വഹിച്ചില്ല, വ്യാഴമാണ്. ഭാവകുറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഈ യോഗലഗ്നേ ജാസ്യം ചില ആള് ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്ക് വേണം അങ്ങനെ ഈശ്വര എടുക്കാം. ആദ്യം നിശ്ചയിച്ച ആളിനെ പറഞ്ഞു തുടങ്ങാൻ പറ്റും. ചോദ്യം നിലനിൽക്കുന്നതാണോ തുടങ്ങാൻ പറ്റും. അതെ ചോദിച്ചത് രിപുദുഷ്ടുക്ക നായക. അത് രാവിലെ കൃത്യം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ 3-ാം ഭാവാദിത്യം 6-ാം ഭാവത്തൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ശരി ഒരു സത്കർമ്മത്തിന് മുടക്കുണ്ട് എന്നുള്ളത് ഈ അഷ്ടമത്ത് നിൽക്കുന്ന പാവഗ്രഹത്തിന് മറ്റ് പാവസംസർഗം വരുന്ന സമയത്താണ് ആചാര്യം പറഞ്ഞത് ഒരു വിശേഷിച്ചൊരു കാര്യം മുടങ്ങിപ്പോകും. കൂട്ടായിരിക്കും. കൂട്ടിന്റെ വിഷയം രാവിലെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഒരു സത്കർമ്മത്തിന് വേണ്ടി ഉദ്യമിച്ചിട്ട് അവസാനം മുടങ്ങും.
അത് പിന്നെ വ്യാഴം തന്നെ ആയതുകൊണ്ട് നിത്യം യജ്ഞേന നിത്യം വിജ്ഞാനാന്ന് തോന്നുന്നില്ല ഇതും വരാലോ. ജപൈഹി ജപി മന്ത്രജപങ്ങളും ധ്യാനങ്ങളും ഈ ഇതൊക്കെ ആഘോഷമല്ലേ വരുമല്ലോ ഭാഗവത പാരായണം. ഭാഗവത പാരായണമൊക്കെ ഇത് വരാം അതിന് വല്ല മുടക്കം വന്നിട്ടുണ്ടോ എന്നാണ് അത് ചിന്തിക്കണം. ചോദിക്കുന്നത്. ആ ഭാവത്തിന് അങ്ങനെ ഒരു മുടക്കത്തെ ചിന്തിച്ച രാശി 8ാം ഭാവമായിട്ട് അവിടെ ചന്ദ്രനവാംശവും വന്നാലേ ഉച്ചനവാംശം വന്നാൽ അത് ഒരു കാലത്ത് സ്വച്ഛസ്ഥോ ഭൂരി ഒന്നിന്റെ അളവ് പറയുമ്പോൾ ഒരുപാട് ആൾ കൂടിയിട്ടും ഒരുപാട് ക്രിയകളും ചെയ്ത് പിന്നെ മുടങ്ങിപ്പോയിട്ടുണ്ടാവും നല്ലോണം. അത് പ്രത്യേകിച്ച് യുഗ്മരാശി അംശവും ചന്ദ്രബന്ധവും വന്നാൽ സ്ത്രീജനങ്ങളടക്കം ഒരു കാലത്ത് ആരാധിച്ചിട്ട് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. നാമജപമൊക്കെ അമ്മമാരുടെ ഭാഗത്തുനിന്നോ അഥവാ സ്ത്രീകളൊക്കെ കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നോ? അതിപ്പോ നടക്കുന്നുണ്ട്. ഇല്ല, അതിന്ന് ലോപിച്ചിട്ടും അങ്ങനെ ആയിക്കോട്ടെ. അത് വേണ്ടാന്ന് പറയാനൊന്നും നടക്കുന്നുണ്ടെങ്കിൽ ഈ വ്യാഴത്തിൽ വരുമോ? തൃപ്തികരല്ല. തൃപ്തികരാന്ന് പറയാൻ പറ്റുമോ? ഇപ്പോ മനസ്സിലെ ചില വൈദികങ്ങളായ ജപമാല ഒരു കാലഘട്ടത്തിൽ ഉദ്ദേശിച്ച് കുറച്ച് കാലഘട്ടം വരെ ഇത് നടന്നു. പിന്നെ എല്ലാവരുടെയും ആ ഒരു മനുജപൈഹി അവിടെ മനു എന്ന ശബ്ദം മന്ത്ര, മനു എന്ന വാക്കിനോട് ആ മന്ത്രശബ്ദം. അതുപോലെ സപ്താഹാദി വിഷയങ്ങൾ അഭിപ്രായം പറയും, അത് വേണ്ട പോലെ കൊണ്ടു നടക്കാൻ ആളില്ല. അതൊന്ന് പുനഃപരിശോധിക്കട്ടെ. അതല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്രാവശ്യം വേണ്ട, അടുത്ത പ്രാവശ്യം മതി, അടുത്ത പ്രാവശ്യം ഇല്ല, പിന്നെ ഇല്ല, അങ്ങനെയൊക്കെ വരുന്നൊരു അല്ലേ അശ്രദ്ധരുണ്ട്. അക്ഷരലഗ്നത്തിനാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത്. അക്ഷരം എന്നത് അക്ഷരത്തിന് പ്രത്യേകത. അക്ഷരം പ്രകൃതിയിലെ ഒരു ആദ്യം ഉണ്ടായതിലൊന്ന് അക്ഷര. അങ്ങനെയുണ്ട്. ഈ പ്രകൃതിയുടെ പ്രപഞ്ച വിസ്ഫോടനം എന്നൊരു ഒരു ആധികാരികമായ വസ്തു ഒന്നുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായതാണ് 2-3 കാര്യങ്ങൾ. ഉത്ഥാനകാലേ ബിന്ദുവാത്മാ സാക്ഷാൽ അക്ഷരസംഭവ ബിന്ദുസ്ഫോടനമാത്രേണ വർണ്ണാനാന്ത സമുദ്ഭവ. പിന്നെ പ്രകൃതിയുടെ ആവിർഭാവത്തിൽ ഉത്ഥാനകാലം, പ്രകൃതിയുടെ ഉത്ഥാനകാലത്തിൽ ബിന്ദുവാത്മാ ഈ ഇതുണ്ടല്ലോ ബിന്ദുവാത്മ എന്തായാലും പ്രപഞ്ച വിസ്ഫോടനം എന്ന് പറയില്ലേ, അതുണ്ടായ സമയത്ത് പിന്നെ 2-3 സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അക്ഷരസംഭവം, അക്ഷരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ബിന്ദു സ്ഫോടന മാത്രേണ വർണ്ണാനാഞ്ച സമുദ്ഭവ. ഈ അക്ഷരങ്ങളും വർണ്ണങ്ങളും, അവിടെ വർണ്ണം നിറം എന്നർത്ഥമുണ്ട്. സപ്തവർണ്ണങ്ങളും ഈ അക്ഷരങ്ങളും മുഴുവനും ഉണ്ടായത് ബിന്ദുസ്ഫോടന മാത്രത്തിനാണ്. അത് എങ്ങനെയാണ് ഉണ്ടായിരിച്ചപ്പോൾ അതിന് പുരാണ നിയമം പറഞ്ഞു, ഓങ്കാരശ്ചാദശബ്ദശ്ച ദോ വേദോ ബ്രഹ്മണപുര കണ്ഠം ഭിത്വാ വിനൃയാദോ തസ്മാൻ മാഗണികാഭോ. അത് ആദ്യത്തെ ആ വ്യാകരണത്തിൻ്റെ ബാലപാഠത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന 1-2 വിഷയത്തിൽ വരുന്നല്ലേ അത്. എന്നിട്ടല്ലേ പിന്നെ അത് മറ്റൊന്നായിട്ട് അങ്ങനെ മുത്താവസാന നടരാജാജ് എന്നൊക്കെ പിന്നെ വരുന്നത്. അപ്പോൾ ബിന്ദുസ്ഫോടന മാത്രയിൽ ഉണ്ടാകുന്ന അക്ഷരമാണ്, അതിൻ്റെ പേര് ക്ഷരരഹിതമാണ്. നമ്മൾ പോയാലും ഇത് ഈ പ്രപഞ്ചത്തിന് പോകാത്ത അക്ഷരം. അക്ഷരചിന്തൻ്റെ അക്ഷരലഗ്നം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ജീവിത കാര്യങ്ങളൊക്കെ മന്ത്രധ്വനികളെ സംബന്ധിച്ചിട്ടും വേദാധ്യായനത്തെ സംബന്ധിച്ചും ഈ പറഞ്ഞ മുഴുവൻ കാര്യവും ഇതിലേക്ക് ചിന്തിക്കണമെങ്കിൽ അവിടുന്ന് ഈ സ്വനത്തിൻ്റെ കാരകനും വ്യാഴമൊക്കെ പോയിട്ട് ശബ്ദഗുണം ആകാശം ആ വ്യാഴം മറഞ്ഞുകൊണ്ട് ഇന്നതില്ല. ഈ മൈക്ക് വെക്കുന്നതിനെതിരെ അഭിപ്രായം ഒന്നും ഇവിടെ ആയിരിക്കില്ലല്ലോ പരിസരവാസികളൊന്നും ഒന്നുമില്ല. ശബ്ദഗുണത്തിനൊന്നും പ്രതിബന്ധം അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഉച്ചത്തിൽ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്നുള്ള വിഷയങ്ങൾ. മിത്രേർസാർദ്ധം വൈമനസ്യാഭിവൃദ്ധി ബുദ്ധിഭ്രംശോ ദ്രവ്യനാശപ്രവാസ വിശ്ലേഷസ്യാൽ സ്വീയവർഗേണ പുണ്യം ക്ഷീണം ജീവേ ജീവനസ്ഥാനസംസ്ഥേ. ജീവനസ്ഥാനസംസ്ഥേ ജീവേ ക്ഷീണം ഭവതി. ജീവനസ്ഥാനസംസ്ഥനായിരിക്കുന്ന വ്യാഴം എന്തിനുണ്ടാക്കും? ക്ഷീണതയുണ്ടാക്കും. നമ്മൾ ഏത് കാര്യത്തിനും തൽക്കാലം അതിന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാത്? മിത്രേ സാർദ്ധം വൈമനസ്യാഭിവൃദ്ധി. അത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ആൾക്കാർക്ക് ഒരു വൈമനസ്യത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടായി. എന്താ അഭിവൃദ്ധിപ്പെട്ടത്? വൈമനസ്യം. വിമനസ്സായി പോയിട്ടെന്ന് പറഞ്ഞാൽ ഈ തമ്മിലൊരു പൊരുത്തക്കേട് ഈ വിഷയത്തിലുണ്ടാവും. നമ്മളിപ്പോൾ ഈ അധ്യയന വിഷയത്തിലൊക്കെ വരുമ്പോൾ ആദ്യം ഒന്നിച്ച് ചേർന്ന ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 9ാം ഭാവമാണ് ചിന്ത. ഈ ഒരാൾ വിഭാഗം തന്നെ ഒന്നിച്ചിരുന്ന് ജപിക്കേണ്ട ആൾക്ക് തമ്മിൽ ഇച്ചിരി പൊരുത്തക്കേട് വന്നു. അഥവാ ബുദ്ധിഭ്രംശോ ദ്രവ്യനാശപ്രവാസ വിട്ടു. വിശ്ലേഷസ്യാൽ സ്വീയവർഗേണ പുണ്യം. സ്വീയവർഗങ്ങളുടെയും പുണ്യത്തിൻ്റെയും വിശ്ലേഷണം ഉണ്ടാവും. സ്വീയവർഗങ്ങൾ തൻ്റെ വർഗങ്ങൾ, സ്വന്തക്കാർ, അത് അവർ സ്വീയം സ്വകീയം അവരവൻ്റെ ആൾക്കാരെന്താവും വിശ്ലേഷണം ചെയ്യപ്പെടും. ആശ്ലേഷണമല്ല വിശ്ലേഷണം ഉണ്ടാവുക, അതെന്ന് പോകും. എന്നിട്ട് അവർ ആചാരം വന്നത് ക്ഷീണം ജീവേ ജീവനസ്ഥാന സംസ്ഥ.
അപ്പോൾ ഒരു ക്ഷീണത അത് തട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ പുനരാലോചിച്ച് നേരെയായിക്കൂടി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ അത് വ്യാഴത്തെ മാത്രം എന്തുകൊണ്ട് എടുത്തു, അവിടെ ചൊവ്വയിലെ ചോദിച്ചാൽ ഈ ശബ്ദമുഖങ്ങളും ഇതൊക്കെ ചിന്തിക്കേണ്ടത് ഗ്രഹം കാരഗ്രഹം വ്യാഴം ആയതുകൊണ്ട് മാത്രമാണ് വ്യാഴത്തിന് ഫലം ചൊല്ലിയതേ. ഒരാൾക്ക് ചോദിക്കാം അതെങ്ങനെ ദിഗ്രഹയോഗം ഭരിക്കൂലേ വ്യാഴത്തിന് മാത്രം ചൊല്ലുക എന്താന്ന് ചോദിച്ചാൽ, കാരണം ഈ ചിന്തിക്കുന്ന വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കാര്യഗ്രഹമാണ് ആ ചിന്താസാധനം കണക്കാക്കുന്നെങ്കിൽ വ്യാഴമാണ്. പറഞ്ഞല്ലോ ചിന്തിക്കാം ഭാവതഖേടൈഹി അല്ലേ. പിന്നെ അതിൻ്റെ ചുരുക്കം ആദ്യം പറഞ്ഞല്ലോ. പിന്നെ ഈ ഭാവം കൊണ്ടും ഭാവസ്ഥാനാലോക യോഗോദ്ഭവം ച തത്തൽ സർവം തസ്യോജ്യം ഭാവ സ്ഥാന ആലോക യോഗോദ്ഭവം ച. ഇതിന് മുള്ളങ്ങെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അതിൻ്റെ വാക്യാണ് മറ്റേത് അന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളത്. ഭാവ സ്ഥാന ആലോക യോഗോദ്ഭവം ച തത്തൽ സർവം തസ്യോജ്യം. ദശായ എന്ന് പറഞ്ഞാൽ കേവലം ഉടുദശയിൽ മാത്രമൊന്നുമല്ല, അവസ്ഥയിലും ദശാഫലം എന്നുള്ളത് നമുക്ക് ചന്ദ്ര സദ്ഫലബോധനാനുഗുരുതേ എന്നുള്ളത് നമുക്ക് ഇതിലേക്ക് അധ്യായിക്കാം ഫല അധ്യായിക്കാം എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഇല്ല അങ്ങനെയില്ലേ? അല്ല ഇത് നമുക്ക് ചിലർ ചോദിക്കാറുണ്ട് വിഗ്രഹയോഗം ഉള്ള സമയത്ത് എങ്ങനെയാ ഒരു ഗ്രഹത്തിന്റെ ഫലം മാത്രം ആദേശിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താണോ ആ വിഷയത്തിന്റെ കാരഗ്രഹം എന്താണോ ആ കാരഗ്രഹത്തിനനുസരിച്ച് ഫലമാണ് ചിന്ത. അപ്പോൾ അതുകൊണ്ട് ശബ്ദഗുണം ആകാശം വ്യാഴമാണ് അതിൻ്റെ കാരകൻ. ഈ അക്ഷരവും അതിൻ്റെ തത്വത്തിൽ ഇങ്ങനെ പോരായ്മയുണ്ട്. നന്നായിട്ട് വേദജവും പിന്നെ അതിൻ്റെ സമ്പ്രദായങ്ങളുടെ പുനഃസ്ഥാപിക്കണമെന്ന് ഊരാള വിഭാഗത്തോട് പ്രശ്നം കൊണ്ട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഊരാളന്മാർ ചെയ്യേണ്ടതും ശാന്തിക്കാരൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ജപങ്ങളും പരിപാടികളും ഉണ്ട്. ഇവിടെ ഈ ഇതിന്റെ ഗുണം ഇവിടെ ഈ 9ാം ഭാവത്തിൽ 10ാം ഏഗ്രഹം അതാണ്. ഇത് പിന്നെ അന്നേ ചോദിക്കും പിന്നെ ഇത് പിന്നെ മറ്റേയാളും ഇതും ശാന്തി എന്നുള്ളതും ഊരാളെന്നുള്ളത് സമൂഹക്ഷേത്രമാണ്, ബ്രാഹ്മണ ക്ഷേത്ര. ഇതെല്ലാം ഉടമസ്ഥൻ തന്നെ ശാന്തിയും ശാന്തി തന്നെ ഊരാളുമാകുമ്പോൾ ഇതെല്ലാരും ആലോചിച്ച് ഒരാൾക്ക് വേണ്ട ഇല്ല ശാന്തി വരല ഒരാളാ പുറത്ത് കാലിനാണോ കൂടി ചെയ്തോട്ടെ. ശരി, ഒരാളിന് ശാന്തി ഒരാളല്ലെങ്കിൽ അത് പ്രത്യേകം ശാന്തിക്കാരൻ ചെയ്യേണ്ട വേദാധ്യായനം വേദമന്ത്രങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. അതിന് 12ാം ഭാവാദി നടക്കും. ഇപ്പോൾ തന്ത്രി ആയാലും ആ ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മന്ത്രത്തിലൂടെ നേരെയാക്കട്ടെ. ആ ചിന്തിക്കും 3 ആൾ ചിന്തിക്കണ്ടേ അല്ലേ? ഒരാൾ ചിന്തിക്കണം. ഒരു മുഹൂർത്ത വിഷയത്തിൽ ഇവർക്കല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ദേവന്റെ ഗുണം കിട്ടലും ദേവന്റെ ഗുണം പിന്നെ ദോഷം വന്നാൽ ഭരിക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ മുഹൂർത്ത കൽപ്പനയിൽ 3 ആളാണ് പറഞ്ഞിട്ടില്ലേ അല്ലേ? തന്ത്രി ഒരാൾ തച്ചനെന്നല്ലേ പറഞ്ഞത്? തന്ത്രിക്ക് ഒരാളിനും അല്ലേ ഗുണവും ദോഷം രണ്ടും കിട്ടുക അതല്ലേ? ആ ഭാവം ശുദ്ധമായിട്ട് മുഹൂർത്തം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരെ പേടിച്ചില്ലേ? ഇവർക്ക് വരാൻ പാടില്ലാന്ന് കണ്ടിട്ടാണല്ലോ 12ലും അല്ലേ മുഹൂർത്ത കൽപ്പനല്ലേ? വരാതെ നോക്കാനല്ലേ? ശരി ശരി. ചേഷ്ട ഭാവ വിലോകനേച്ച എന്ന ആത്മനോനുഭവം എന്താ ഉള്ളത്? അവരെ ചേഷ്ടകൾ എന്തെങ്കിലും ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും നിമിഷറമ്പുകളോ അങ്ങനെയൊന്നും ഇല്ല. മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയാണ്ടിരിക്കുക, എന്തെങ്കിലും പിന്നെ നിലത്തെന്തെങ്കിലും അല്ലേ അഥവാ കാല് ചലിപ്പിക്കുക. അതില് എങ്ങനെ വെട്ടടക്കം ഒന്നുണ്ടായില്ലേ? അപ്പൊ പിന്നെ പ്രധാന ദൂതൻ വെട്ടടക്കം എന്നാളാക്കുന്ന കാര്യങ്ങളാണ്. ഇനി എല്ലാരും ഒന്നിച്ച് പറഞ്ഞു പോയിട്ടെങ്കിലും ദേശാംശ സാമ്യം ഇങ്ങനെ പറഞ്ഞല്ലോ, ഇത് എടുത്തോന്ന് പറഞ്ഞല്ലോ. ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ദൂതന്മാർ മുഴുവനാളും വെറ്റെടുക്കുന്നില്ലാണ്ട് എല്ലാവരും പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രായമുള്ള ആളെ സ്വീകരിക്കാം. അതാ പ്രായമുള്ള ആളെ സ്വീകരിക്കാം. ഇനി തുല്യപ്രായക്കാരാവുന്ന എന്ത് ചെയ്യാം? തേഷാംശ സാമ്യ പ്രഥമോദിതസ്യ വരാഹവീരന്റെ ഹൊരയിലെ ഈ പ്രശ്നമാർഗത്തിലേക്ക് പ്രശ്നത്തിൽ ഉദ്ധരിക്കാൻ പറ്റുന്ന നിയമമാണത്. അതിൽ ആദ്യം പറഞ്ഞ ആൾ നിർത്തുള്ളൂ. പ്രഥമോദിതന്റെ ഫലം സ്വീകരിച്ചുകൊണ്ടാണ്. സമാന പ്രായക്കാർ വന്നിട്ട് വെറ്റടക്കുന്നില്ല.
അതെ അല്ല ബാക്കി അദ്ദേഹത്തെക്കാണ് പ്രായമുണ്ട് ഉണ്ട്. ഈ കൂട്ടത്തില് അദ്ദേഹത്തെക്കാണ് പ്രായ പിന്നെ സൂര്യൻ മാഷക്കെല്ലാം പ്രായം പക്ഷെ കൂടുതൽ താമ്പൂലം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നുന്നു എനിക്കറിയില്ലേ വകുപ്പ് വിഷയം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് അങ്ങനെയല്ലേ, അത് ഇവിടെ അതില്ല. വെറ്റടക്കന്നെ തന്നു. പക്ഷെ ഇന്ന് നമ്മൾ വെച്ചാർക്ക് ദിവസം താമ്പൂലം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ സംശയം വന്നത്. വെച്ചാർക്കുന്ന ഈ താമ്പൂലെ ഇതിൽ അടയാളപ്പെടുത്താനാവൂല. അത് എന്തുകൊണ്ട് അന്നത്തെ ലഗ്നത്തിലാണ് അന്നാ വെറ്റടക്കുന്നത്. ആ താമ്പൂലം ഈരെഴുതിയാൽ പിന്നെ ഈ ഗ്രഹങ്ങളെ വെച്ചിട്ട് അത് ചിന്തിക്കാൻ നമുക്ക് യോഗം എന്താണുള്ളത്? ഇല്ല. താമ്പൂല ആരൂഢം കണക്കാക്കണമെങ്കിൽ എപ്പോഴാണോ താമ്പൂലം ആ ലഗ്നത്തിലേ കണക്കാക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇല്ലത് എഴുതാൻ. അന്നത്തെ ഗ്രഹസ്ഥിൽ അതുണ്ട്. അപ്പൊ അന്ന് താമ്പൂലം ചൊവ്വയാണ് അതിന്റെ ഒരു തട്ടില് പിന്നെ ഇതൊക്കെ താമ്പൂലവും വസ്ത്രവും നല്ല സന്തോഷമായി തന്നല്ലേ. ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ അയാൾക്ക് വിഷമമായി ഇഷ്ടാർത്ഥ സമാഗമല്ലേ അല്ല അല്ലേ? യൗവം പുഷ്പഫലാണി പാണി ലിഖിതോസ്മിൻ ഗ്രഹേ പൃച്ഛൻ തിഷ്ഠതി തദ്ഗ്രഹ്യഭിമതം കോഷ്ടം ദിഗാരൂഢകം തസ്മാൽ ഖേചരദൃഷ്ടിയോഗ വശത പ്രശ്നേ ശുഭം വാ ശുഭം അല്ലേ? പൂർവാചാര്യ നിയമം. പുഷ്പഫലാണി പാണ്ഡോ യസ്മിൻ ഗ്രഹേ പൃച്ഛൻ തിഷ്ഠതി. ഈ പൃച്ഛൻ അതാ പൃച്ഛിക്കുന്ന ആള്, ഈ അറിയാൻ ആള് ജിജ്ഞാസ വായിക്കുന്ന ആള് വന്നിട്ട് പുഷ്പഫലാണി പാണ്ഡോ മർത്യോപി യസ്മിൻ. ഒരു മർത്യൻ പൃച്ഛകനായിട്ട് തന്റെ കയ്യിൽ പുഷ്പങ്ങളും ഫലങ്ങളും അനേകം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോഷഫലമൊന്നും തൽക്കാലം ദോഷം പറയേണ്ടതില്ല അല്ലേ? അല്ലായിട്ടില്ല എൻ്റെ ഉള്ള വെച്ചെടുക്കെങ്കിൽ പ്രത്യന്തുഷ്ടതഗ്രഹിച്ച് അഭിമതം കോഷ്ടം അത് ആരൂഢകം. അയാൾ നിന്ന സ്ഥാനത്തെ കോഷ്ടം കണക്കാക്കിയിട്ട് ഭൂമിഷ്ടം സ്ഥിരചക്രം ആകാശേവ ജലക്രം സ്ഥിരചക്രനായ കല്ല കണക്കാക്കിയിട്ട് തസ്മാൽ ഖേചരദൃഷ്ടിയോഗ വശത പ്രശ്നേ അതിൽ നിന്ന് ഖേചരദൃഷ്ടിയോഗങ്ങളെ കൊണ്ട് ഗ്രഹയോഗങ്ങളെ മുഴുവൻ നിശ്ചയിച്ചിട്ട് പ്രശ്നേ ശുഭം വാ ശുഭം ശുഭാശുഭം നിശ്ചയിച്ചിട്ട് പ്രസ്ഥാന ലഗ്ന ഈ പ്രസ്ഥാനം മുതലായ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാം അല്ലേ? നിത്യാനുഭവത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമുക്ക് അതിലൊന്നും ഒരു ദോഷം ഇല്ല. ആ വിഷയം പോരെ. സമാഹിതേന സമയ ദേശ വായുദശ പുഷ്പസ്പർശനം ആശ്രിതക്ഷം ഹരിത്ത്. ഹരിത്ത് ഈ കോടതിക്ക് വിഷയം മറ്റേതൊന്നും പറയുന്നല്ലോ. നോക്കാം. ദേശസമ്പ്രദായം അനുസരിച്ച് ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പം ദൂതഭാവം ചിന്തിച്ച രാശിയിൽ നിന്ന് ആചാര്യൻ രണ്ട് പദാർത്ഥങ്ങൾ കാണിച്ചല്ലോ. ഒന്ന് ഉദയലഗ്നത്തിനോ ആരൂഢത്തിൽ നിന്നോ ബലം കൽപ്പിച്ചിട്ട് ഉദയലഗ്നത്തിന് ആ ബലമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 11ാം ഭാവം സ്വീകരിച്ചോളൂ. ആരൂഢത്തിന് ആ ബലമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ 11 നിർത്തോളൂ. ഉദയാക്ഷബ്ദാം പൃഷ്ടു ശുഭാശുഭമാണ് ശരി. അപ്പോ ഇവിടെ ഇപ്പൊ ആരൂഢത്തിനാ ബലം, ധനുരാശി എടുക്കാം. ബഹുരാസ്വാമി ഗുരുഷ്ണ വീക്ഷിതാനന്ദ യോഗ പ്രകാരം നമുക്ക് ധനുരാശി സ്വീകരിച്ചാൽ ആ ധനുരാശിയിൽ നിന്ന് 9ാം ഭാവം അഥവാ ദൂതഭാവം വ്യാഴമാണ്. വ്യാഴക്ഷേത്രമായിട്ട് ഈ നമ്മൾ കാണിച്ച ഈ 9ാം ഭാവങ്ങളുടെ മുഴുവൻ ദോഷവും ഈ 11 ഇരിക്കാൻ പറ്റും. 9ാം ഭാവത്ത് നമ്മൾ എന്തെല്ലാമാണോ കാണിച്ച ഗോചരം, അതേ ഗോചരങ്ങളിൽ അല്പം ഒരു സൂര്യന്റെ അഷ്ടമരാശിയുടെ കൂടി കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞത് ദൂതനായിട്ട് പോയ വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അതൊരു വ്യാഴക്ഷേത്രമായതുകൊണ്ട് ഒരു ബ്രാഹ്മണ്യത്തിന്റെ ഗുണങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഭാവദുസ്ഥനായതുകൊണ്ട് അത് ദൂതന്റെ പൗരുഷം ഇച്ചിരി ദൂതന്റെ സ്വന്തം ഫലമല്ല. ഇവരെ സംബന്ധിച്ച് ദൂതന്മാർക്ക് നമുക്ക് ദോഷമൊന്നും വരുന്നില്ല. അതിൽ ചൊവ്വാദൃഷ്ടി എന്നുള്ളത് അല്പം അസ്വാരസ്യങ്ങളും ഒരു സംഗ്രാമരുചിയും ഒരു യുദ്ധമൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നോരാന്ന് ചിന്തിക്കണം. അങ്ങനെ ഓരോ ദൂതന്മാരായി പോയ നിങ്ങൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ 4 പേരാളുകൾ പോയ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു 4 ആൾക്കും വ്യക്തിഗതമായിട്ട് പോകണമെന്നാ. ഊരാളന്മാരനല്ലേ പോയിട്ടുള്ളത് ഇതന്നല്ലേ. ഇത് വരുമ്പോ നമുക്ക് ഈ ഫലം എല്ലാവർക്കും ബാധകമാണ്. വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നം. പിന്നെ അവർ കുളിച്ചിനോ നനച്ചിനോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ആ ഭാവം കൊണ്ടല്ലേ ഒരു കൃത്യം പറഞ്ഞല്ലോ ഇന്ന പോലെ പോണം. അതിന്റെ പോരായ്മകളൊക്കെ നമുക്ക് പിന്നെ ഒന്ന് ഈ കണ്ണിന് അസുഖം സൂക്ഷിക്കണേ കേട്ടോ. അല്ലേ മനസ്സിലായി? നേത്രത്തിന് എന്തെങ്കിലും അപാകതകൾ സൂക്ഷിക്കണം. അങ്ങനെ ഈ പോയവരിൽ അങ്ങനെ വല്ല ഓപ്പറേഷനോ കാര്യമോ കണ്ണിന് കേടുള്ളവരൊന്നുമില്ലല്ലോ. ഇല്ല. പക്ഷെ അല്ല, അത് വാർദ്ധക്യത്തിന് നോക്കണ്ടേ. വാർദ്ധക്യ സഹജമായ രോഗമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതിന് ചെറുപ്പക്കാർക്ക് കണ്ണിന് വേറെ ബുദ്ധിമുട്ടുള്ള
കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഉണ്ടാ നേത്രത്തിന് എന്തെങ്കിലും അപാകത അതുപോലെ മുഖ്യരോഗങ്ങൾ എട്ടിലെ സൂര്യൻ 2 ദോഷവിധി കർത്താക്കളാണ്. കണ്ണിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട, അത് സൂചിപ്പിച്ചാൽ എന്ത് വേണം, കാണിക്കേണ്ടതാ കാണിച്ചുകൂടാ, ഓപ്പറേഷൻ ചെയ്യേണ്ട ഓപ്പറേഷൻ ചെയ്യണേ. അങ്ങനെ ചെയ്യേണ്ട വിഷയമൊന്നുമില്ല, സാധാരണ ഇല്ല, നല്ല നിലയിൽ പോകുന്നതാണ്. അതെല്ലാം നോക്കിക്കോളാം. പിന്നെ ഈ 8ലെ സൂര്യനെ കൊണ്ട് ഈ മുഖ്യമായ രോഗങ്ങളും ശ്രദ്ധിക്കണം. പോയവരെ കുറിച്ചായിരിക്കുന്നു. അതല്ലേ അത് ശരി അല്ലേ, അത് ശരി. അല്ലപ്പം ഈ നിങ്ങളെ ദിനേരിയൊക്കെ നേരെയാക്കിയില്ലേ പോകുമ്പോ എല്ലാവരും ഒക്കെ നേരെയാക്കിയില്ലേ പോയി വെച്ച് അല്ലേ അല്ലേ എല്ലാം വന്ന് നല്ല വെള്ളവസ്ത്രം ധരിച്ച് ഒരു ഭസ്മാലും തൊട്ട് അല്ലെ ഒക്കെ ചന്ദനക്കൂട്ടുകളൊക്കെ ഉണ്ടാവൂലേ ബ്രാഹ്മണന്മാരോട് അങ്ങനെ അത്രേ ഉള്ളൂ. നിത്യം സ്നാത്വാ ശുചിക്കുര്യാത് അർപ്പണം സന്ധ്യാവന്ദനമേവര. അത് ഇവരുടെ എന്നാ പറയുന്നത്, ഇവരെ ബൈലോ ആണ്. ആ ബൈലോ ഉള്ളത് പിന്നെ നമ്മൾ അങ്ങനെ ആയിട്ടില്ല എന്ന് പറയുന്നതിൽ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കണേ, ഈ രാശിക്കൊരു ദോഷം പറയാം. നമ്മുടെ ദൈവാനുഗ്രഹ ഇന്ത്യയിൽ വ്യാഴം പറഞ്ഞു എന്നുള്ളത് ഉണ്ട്. അപ്പോൾ അത് ഇല്ലത്തിന്റെ കാര്യങ്ങളൊക്കെ നേരെയാക്കണം നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണത്. ദേവാല വിഷയങ്ങളും അവനവന്റെ ആചരണവും കാര്യം നേരെയാക്കണം പിന്നെ ആവർത്തിക്കേണ്ട വെച്ചിട്ട് നമ്മൾ അതിലേക്ക് അത് ഈ ദൂതന്മാർക്ക് മാത്രല്ലേ, ദൂതൻ അത് സന്ദേശവാഹകോ ദൂത ദൗത്യം ഭാവകർമ്മണി. ഒരു സന്ദേശവാഹകനാണ് ദൂതൻ. ഒരു സന്ദേശം കൊണ്ട് നിൽക്കുന്ന ആളാ ദൂതൻ. അയാളെ എല്ലാവരും കൂടി ദേവാലയം കഴിഞ്ഞ് ഇവിടെ വന്ന് തൊഴുത് മേശാന്തിയിന്ന് പ്രാർത്ഥിച്ച് താമ്പൂലം വാങ്ങിയിട്ടാ പോയി. എന്നിട്ടും വ്യാഴം മറഞ്ഞു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും പ്രതീകാത്മകമായി ചെയ്തിട്ടുണ്ടെങ്കിലും തൊഴിലാളന്മാരെ മുഴുവനും ഇതേപോലെ ബദ്ധശ്രദ്ധരല്ല. അത് പുനഃപരിശോധിച്ച് നേരായിക്കൊള്ളുന്നത് മാത്രം. ഇത്രയേ ഉള്ളൂ. അവരവരുടെ ദേഹത്തിന് വേണ്ട പോലെ ചിന്ത നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും രാശി തെളിഞ്ഞില്ല. എന്തുകൊണ്ട്? അവരവരുടെ ദേഹങ്ങളിൽ വേണ്ട പോലെ ചിന്തിക്കണം. അത് മാത്രം ഇത്രയേ വേണ്ടതിന്. ആശ്രിതത്വം കരുത്ത് കൃഷ്ണാക്ഷരാണി സ്ഥിതി ചേഷ്ട ഭാവ വിലോകനേജ വസനാദന്യച്ച. ഈ അന്യച്ച തൽക്കാലജം പൃച്ഛായ സമയേ, ഈ പ്രശ്നം ഏൽപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിമിത്തങ്ങളായിട്ട് തൽക്കാലജങ്ങളായ നിമിത്തം കൊണ്ട് അത് അങ്ങനെ മനസ്സിൽ പറയാം. എന്തെങ്കിലും വീഴുക പൊട്ടുക എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അത് ശുഭാവാം അശുഭാവാം കേട്ടോ. തൽക്കാലം എന്നുള്ളത് രണ്ടും ആകാലോ, വിശേഷമായിട്ടുള്ള ഇതുമാകാം. അല്ലാണ്ട് ദോഷം മാത്രം ഒന്നും പറയണമെന്നില്ല. നല്ലതുണ്ടായാലും അതും പറയും. ആരെങ്കിലും വിശേഷപ്പെട്ട ആൾക്കാർ വരിക, വിശേഷം പറയുന്ന സമയത്ത് ഈ വസ്ത്രം സത്രം അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില പറഞ്ഞു എന്തെങ്കിലും കൈമന്ന് ഗണപതിട്ടാ എന്താ ഇങ്ങനെ ഒന്നും ഉണ്ടാകും. കുറച്ച് മക്കൾ കൂടാ. ഇനി അടുത്തത് ഇനി നിർഗമാണ്. ഉച്ച കഴിഞ്ഞാൽ അവിടുന്ന് ദൈവജ്ഞം പുറപ്പെടുന്ന സമയമാണ്. അഥവാ ഇന്നലെ രാവിലെ നിർഗച്ഛേത് ജീവകാലഹോരാധികേ ശുഭേ. അതിൽ ദൈവജ്ഞനോട് ഈ ആചാര്യനൊരു ഒരു സന്ദേശം അഥവാ ഒരു ഉത്തരവാദിത്വം പറഞ്ഞു കൊടുക്കുക. എന്താ അറിയോ, കൃഷ്ണയിലേക്ക് പോകുന്ന സമയത്ത് കൃഷ്ണകാലോദ്ഭവത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ഒരു ജീവകാലഹോരാധികായ കാര്യങ്ങളെ നല്ല സമയത്ത് പോകാൻ പുറപ്പെടാൻ പറ്റുമെങ്കിൽ, അന്ന് നല്ല സമയം കിട്ടുമെങ്കിൽ നല്ല സമയം നോക്കി പോകണേ. എന്തുകൊണ്ടാ? ജ്യോതിഷം ധർമ്മശാസ്ത്രമാണ്. ഒരു നല്ല സമയത്ത് പുറപ്പെട്ടതിൻ്റെ ഗുണഫലം അവരിലേക്ക് ഉണ്ടാവണം. ഈ പുറപ്പെടുന്നതിൻ്റെ വിശ്വാസവും നല്ല സമയത്ത് പുറപ്പെട്ട നല്ലതുകളുടെ വിശ്വാസവും ഈ ദൈവജ്ഞനും അതിന് ഗുണഫലം കിട്ടുമെന്ന് പ്രതീക്ഷ അവർ കൊടുക്കാനും കൂടി ആയിക്കോല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. ഇല്ലേ പറഞ്ഞൂടെ? പിന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് പോയി അങ്ങനല്ല. ഒരു മൃഗച്ഛേത് നിങ്ങൾ നിർഗമിച്ചാലും എപ്പോഴും ജീവകാലഹോരാധികയെ ശുഭേ ശുഭേ ജീവകാലഹോരാധികയെ ജീവകാലഹോരാധികങ്ങളായിരിക്കും ശുഭത്തിൽ നിങ്ങൾക്ക് പോയാലും. അപ്പോൾ ആ സമയം പിന്നെ ഈ ദിവസം ഏതെങ്കിലും നല്ല സമയം രാവിലെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഒരു നല്ല സമയം നോക്കി പുറപ്പെടാൻ തയ്യാറാവണം എന്നുള്ളത്
ഒരു ഗുരുവൊക്കെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാ? ജ്യോതിഷം ധർമ്മശാസ്ത്ര, ജ്യോതിഷം ആഗമശാസ്ത്രം, വിപ്രതിപത്വം യോഗ്യം അസ്മാകം എന്ന് പറഞ്ഞല്ലോ. ഇത് പിന്നെ അങ്ങനെ സമൂഹത്തിൽ നല്ലത് വരണം എന്നൊരു ആകാംക്ഷ ഈ പോണവനും കുറച്ച് വേണം. അങ്ങനെ ഉണ്ടാവില്ലേ? ദോഷം പറയാൻ മാത്രം പോറ് ഗുണം ഉണ്ടാവണേ അവർക്ക് ഉള്ളിൽ ഈ വേണം എന്നുള്ളത്. പിന്നെ അതല്ലേ ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അങ്ങനെ പരസ്പരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അജയതീശ്വരം. ഒരു കുട്ടികൾക്ക് ആപത്ത് പ്രശ്നത്തിൽ കണ്ടാ നിങ്ങൾ വേഗം ഈശ്വരനെ ഭരിച്ചോളൂ, നിങ്ങളത് ഭരിച്ചിട്ടത് ആപത്ത് വരാണ്ടാക്കണേ എന്നുള്ളത് ധാർമ്മിക ഉത്തരവാദിത്വം. എങ്ങനെയാ എത്ര മണിക്കാ പുറപ്പെട്ടു? കാലാഹോര ഉദയം 6:17 ദിനമാനം 4:31 32. 6:20 ആ 7:20 കഴിഞ്ഞോ? അപ്പോൾ ദിനമാനത്തിന്റെ വർധനവുകൊണ്ട് അങ്ങോട്ട് കിട്ടും, പിന്നെ പുറത്തുകൂടി കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാലഹോര തീരുമല്ലോ അല്ലേ? ശുക്രകാലമല്ല ദോഷവും കാലഹോര ശുക്രത. ഈ സ്ത്രീജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് പറയാം. ശുക്രകാലഹോരൊക്കെ പുറപ്പെടുന്നതുകൊണ്ട് സ്ത്രീജനങ്ങൾക്ക്, ഈ അന്തർജനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള സേവന കേട്ടോ. അങ്ങനെ ഒരു വിശേഷകാലമുണ്ടോ ഇവിടെ? അന്തർജനങ്ങൾ വന്നിട്ട് ഭഗവാന് പ്രത്യേകം കാലഘട്ടം അങ്ങനെ ഉണ്ടോ? ഇല്ലൊന്നുമില്ല. സ്ത്രീജനങ്ങൾ അകത്ത് പ്രവേശിക്കില്ലേ പൊതുവെ? അങ്ങനെ ഉണ്ട്. അന്തർജനങ്ങൾ കേൾക്കുള്ളൂ ഇല്ല. കുട്ടികളെ ഉള്ളൂല്ല. അത്രേ ഉള്ളല്ലേ? കല്യാണം കഴിഞ്ഞാല് അത്രേ ഉള്ളല്ലേ? ഭഗവാൻ അതിന് ഒരു സ്ത്രീജനങ്ങൾക്ക് അഭിവൃദ്ധി കൊടുക്കുന്നതാണ് ശുക്രന്റെ കാലഹോര. വൈശാഖാസ സമ്പദ ശോഭന വിദ്യാവിത്വം പുത്രസമ്പുത്രത്വം ശുക്രനല്ലേ? സ്ത്രീജനങ്ങൾക്ക് ദോഷണം കൊടുക്കുന്ന ശുക്രനാണ്. പിന്നെ ഈ കാലഹോരയില് ബുധദേവിന്റെ ശുക്രാണാം കാലഹോര ശുക്രത ജീവകാലഹോരാധികേ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഴത്തിന് മാത്രമല്ല ആചാരം ഉദ്ദേശിച്ചത് അല്ലേ? ജീവകാലഹോരാധികേ ശുഭേ, ജീവകാലഹോരാധികങ്ങൾ. അപ്പോ വ്യാഴത്തിന് മാത്രമല്ല, ശുഭഗ്രഹകാലവർക്ക് പുറപ്പെട്ടാലും തെറ്റില്ല. പക്ഷെ അതിൽ വിശേഷം എന്തായിരിക്കും? ഒന്നാമത്തെ ആള് വ്യാഴകാലവര. അതിപ്പോ എല്ലാ മാസവും അങ്ങനെ കിട്ടണമെന്നില്ലോ. ഇപ്പൊ എല്ലാ ആഴ്ചയിലും വ്യാഴകാലഹോര രാവിലെ കിട്ടുമല്ലോ. ദിനദ്വാദശാംശയമത കാലഹോര പതിസ്യ വാരാധനാഥൻ അനുസരിച്ചിട്ടേ കിട്ടുള്ളൂ. ചിലപ്പോ വ്യാഴകാലഹോരയാണെങ്കിൽ അപ്പൊ അത് ശുഭകാലഹോരയായി, നല്ല സമയത്ത് പുറപ്പെടാനിടയായി. അത് ശുഭായി. ഇനി അവിടുന്ന് ദൈവജ്ഞം പുറപ്പെടുന്നതായ സമയത്ത് ഇതിനെ പ്രസ്ഥാനലഗ്നം ഹസ്തഗതമായിട്ടോ ബലിഷ്ഠമായ പ്രസ്ഥാനലഗ്നത്തിന് ഹസ്തകരാശിയോ അഥവാ ലഗ്നരാശിയോ അതിന്റെ കേന്ദ്രരാശിയിലോ ബലവാന്മാരെ ശുഭഗ്രഹം എന്നാൽ നല്ല ശകുനങ്ങൾ കണ്ട് പുറപ്പെടാനാവും. കർമാരൂഢ സുഖസ്ഥിതൈഹി ബലയുതൈഹി അപ്യേവമാദിശ്യത. നിങ്ങൾക്ക് രണ്ടു പ്രകാരം കണക്കാക്കാം. ആദ്യം പറഞ്ഞ പ്രകടനത്വം ചിന്തിക്കാം, ഇതും ചിന്തിക്കാം. ന്യൂനസ്ഥേ ശശുഭേഷു എന്ന് ചിന്തിക്കാം. ഇനി അഥവാ കർമാരൂഢ സുഖസ്ഥിതൈഹി ബലയുതൈഹി അഭി ഏവമാദിശ്യത അതിങ്ങോട്ട് സ്വീകരിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവജ്ഞൻ പുറപ്പെട്ട സമയം രാശി എന്ന് വരുന്നത് പിന്നെ 4 നാഴി 34 വിനാഴി ഉദയപ്പരം ഉള്ളത് കൊണ്ട് കർക്കിടകൻ രാശിക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ പിന്നെ കേന്ദ്രരാശിയിലോ പിന്നെ അതായത് ത്രികോണ രാശിയിലൊന്നും ശുഭഗ്രഹങ്ങളൊന്നുമില്ല. 7ാമത്തെ രാശി ശുഭഗ്രഹമില്ല. അത് ഒരു സൂര്യന്റെ ബന്ധമുണ്ട്. ആര്യാദങ്ങൾ അങ്ങനെ വല്ല ഈ കൃഷിക്കാരെ പോലത്തെ ആളെയോ അങ്ങനെ ഒരു ശനിക്ഷേത്രത്തിലെ സൂര്യനായതുകൊണ്ട് അങ്ങനെ ഒരാളെയൊന്നും കാണില്ലല്ലോ. ഉണ്ടായിട്ടില്ല. പാർശ്വഗുണങ്ങളായിട്ടൊന്നും. ഈ ശകുനം ഒരുപാട് ദൂരം ചിന്തിക്കൊന്നും വേണ്ട. ശീഘ്രം ആസന്ന നിമ്നസ്ഥൈഹി ശിരാ ഉത്തരദൂരകൈഹി വൃദ്ധസഞ്ചുപകാരിച്ച അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആസനം ഉണ്ടായിട്ടില്ല. അവിടുന്ന് പുറപ്പെട്ടിട്ട് ഒരു സംശയത്തിന്റെ മുകളിലാണ് പുറപ്പെട്ടത്. സംശയം ഉണ്ടായി. ഇന്നലെ ഇവര് കൂട്ടാൻ വന്നേക്കലും എന്റെ ആശങ്ക ഇത് പിന്നെ സന്തോഷത്തോട് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, മനസ്സിലായിന്നൊന്നും അറിയില്ല. ദേശം ഭയം തന്നെയാണ്. എന്ന് പറഞ്ഞാല് പിന്നെ ചിറ്റമ്മ
അഡ്മിറ്റായി. അത് ശരി. അപ്പൻ്റെ അവിടുത്തെ പിന്നെ അത് 2 ദിവസമായി അഡ്മിറ്റ് ആയിട്ടേ. 2 ദിവസമായി അഡ്മിറ്റ് ആയതുകൊണ്ട് ഒപ്പം ഏറ്റത് വരാണ്ടിരിക്കാനാവില്ല. വർദ്ധിക്കുന്ന ആളാണ് രോഗത്തിന്റെ അറ്റാക്കിൻ്റെ ഒരു ഷായുണ്ട്. എന്നിട്ട് ഞാൻ വരാനാകുമ്പോൾ ഒരു 7 മണിക്ക് പിന്നെ അനിയൻ വിളിക്കുന്നുണ്ട്. പൾസൊന്നും ഇല്ലാണ്ടായി ചേട്ടാ വന്നു പറഞ്ഞു. ഇപ്പം ആപ്പാടെ വിഷമമില്ലേ ആണെങ്കിൽ പോയി. പിന്നെ എന്നിട്ട് സംശയമായി വീട്ടിൽ ഇതിപ്പോൾ സന്തോഷം അവിടെ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഒത്തു പോയിട്ട് വരാന്ന് പറഞ്ഞ് എന്നാൽ വീട്ടിൽ ഇത് പോണം വേണ്ടി വന്ന് ആശങ്ക. എന്നിട്ട് പിന്നെ സംശയിച്ചിരിക്കുന്ന ഭാര്യ പറഞ്ഞു ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലല്ലോ, നിങ്ങൾ പോവാം. ശരി പിന്നെ ആയിക്കോട്ടെ, പിന്നെ പുറത്തോളാം. ഈ നിമിഷം വരെ ബുദ്ധിമുട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ് ഈ പ്രശ്നം മുടക്കരുത്. അപ്പോ അപകടത്തിലും ഭഗവാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഐസിന്ന് പുറത്തു വന്നു. അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ശുഭനിമിത്തം അഥവാ ഒന്ന് ഭയപ്പെടുത്തി ഈശ്വരൻ ഒന്നിനെ നല്ല എത്തിച്ചു എന്നുള്ളത് നമുക്ക് ദൈവത്തെ സംബന്ധിച്ചൊരു ഭയവിഹ്വലതയുണ്ട്. പക്ഷെ എന്നാലും തൽക്കാലം ബുദ്ധിമുട്ട് മാറ്റിയിട്ടില്ല അല്ലെ. ശുഭലക്ഷണത്തിലെ ഭാവിയിലൊക്കെ ഒരു ഗുണഫലത്തെ കൊടുക്കുന്നതായിരിക്കുമല്ലോ. ഈശ്വരനിലേക്ക് അത് ആശങ്കയുണ്ടോന്നല്ലേ. ഉത്തരവാദിത്തപ്പെട്ട ആള് അത് മാതാവിന്റെ അല്ലല്ലേ, അങ്ങയുടെ എല്ലാം വന്നുപോവോ എന്നൊരു ഭയം ഈ ഭഗവാനിലേക്കും അങ്ങനെയാണെങ്കിൽ ആരോപിക്കണം. അങ്ങനെയാണല്ലോ ദൈവജ്ഞം ദൈവവത് അങ്ങനെ ഒരു നിയമമുണ്ടല്ലേ. ആണെങ്കിൽ നമുക്കത് ഈ ഭഗവാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാലഘട്ടം അതാണ് സപ്തമത്തിന്റെ ഒരു ദോഷഫലല്ല അത്. പക്ഷെ ഭഗവാൻ ഇന്ന് അങ്ങനെ എന്തോ ഒരു ശങ്കയിലുണ്ട്. ഭഗവാന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഇന്ന് നിലവിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും രോഗശൈലിയിലൊന്നും ഇല്ലല്ലോ. ഊരാളന്മാരാണ് വേണ്ട. അത് ഈ കാലഘട്ടം ഇന്നലെ ചോദിച്ചില്ലേ, ഒരു വിഷമമുള്ള സമയമാണ് സദ്യോരിഷ്ടം പ്രശ്നത്തിൽ വിധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ശങ്കാവിഷമം ഉണ്ട് ഇതിൽ. 6-ാം അധ്യായത്തിലെ സദ്യോരിഷ്ടം വിധിച്ച സമയത്ത് നമുക്ക് ഇട്ട് നിൽക്കുന്ന ചന്ദ്രനെ പാപദൃഷ്ടിയോട് കൂടിയിട്ട് വ്യാഴദൃഷ്ടനായതുകൊണ്ട് ഉഭയ സമാഷ്ടകം തളം അത് ഇന്നലെ അത് ഇന്നിങ്ങനെ സമർപ്പിച്ചു കൊണ്ടതാ. അതിനൊരു ചെറിയ തൽക്കാല പരിഹാരം ഇന്നലെ വിധിച്ചിട്ടുണ്ട്. മൃത്യുഞ്ജയ ഹോമം വേഗം ചെയ്തോളൂ എന്നിങ്ങനെ ദേവതാ വിഷയത്തില് ഭഗവാനാണല്ലേ, അതാണല്ലേ. അങ്ങനെ വരും തീർച്ചയായിട്ടും. സ്വജനങ്ങൾക്ക് ആപത്ത് വന്നു പോകുന്നതിന് ഭയപ്പെടുന്ന അവസ്ഥയാണ്. അത് ധർമ്മവത്യ ധൈര്യം പകരുന്നു. സംബന്ധവാൻ ഇവരെ കാര്യങ്ങൾക്കൊക്കെ ഇല്ലത്തമ്മേന്റെ ഒരു പിൻബലം കൂടി ഇവിടെ ഉണ്ട്. ഈ ദേവന്റെ ആവിർഭാവ കാലത്ത് ഇതിങ്ങനെ എത്തിപ്പെടുന്നതിന് പിന്നിൽ ഒരു ബ്രാഹ്മണിയുടെ കൈയുണ്ട് ചെയ്യണ്ട. ഇങ്ങനെയാണല്ലോ സ്ത്രീവിശേഷം 10 പറഞ്ഞല്ലോ. തരുണി കർഷക ഭാര്യ മന്ത്രിസ്ത്രീ ബ്രാഹ്മണി ഗൃഹോപേത. നമുക്ക് രാശി എന്തേലും കൃഷ്ണാചാര്യൻ ഇന്ന വർണ്ണം പറയും. ഇപ്പൊ നമുക്ക് അതൊന്നും വേണ്ട. ഈ ആചാര്യന്റെ പിന്നെ സഹധർമ്മിണി തന്നെ ഇങ്ങനൊരു ധൈര്യം പകർന്നു എന്ന് അദ്ദേഹത്തിന് ആത്മനോനുഭവം ഉണ്ടെങ്കിൽ അത് ദേവന്റേക്ക് വരുമ്പോ ഈ ഭഗവാന് അങ്ങനെ ഒരു പാരമ്പര്യം ഇവരുടെ പാരമ്പര്യത്തെ നിലനിർത്താൻ ഒരു ധൈര്യം പകർന്നൊരു അതായത് കുടുംബിനികളുണ്ട്. അന്തർജനങ്ങളുടെ നല്ലൊരു പിൻബലം ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവും. ഇപ്പൊ നിലവില് അവരിങ്ങനെ ഇതിന്റെ ആഭ്യന്തരം ഇടപെടുമല്ലോ. ഇതാ അത് പോഷിപ്പിച്ചു കൊണ്ടുപോകട്ടോ. ഇവിടെ സഹധർമ്മിണി സഹ കൂട്ടത്തോടുകൂടി ധർമ്മം ചെയ്യേണ്ടത്. ശരി. ഈ ഭഗവതിയിലേക്ക് ആരോപിക്കാനോ. അത് ശരി. അങ്ങനെയാണെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ വിശേഷകാലത്ത് ഇതിന്റെ കാര്യമൊക്കെ നടത്തിക്കാൻ ഉത്തരവാദിത്തനും ഇവിടുത്തെ അമ്മമാര് ഈ ഭഗവാന്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാവട്ടെ. ദേവന്റെ ഈ സപ്തമ ഇപ്പൊ നമ്മളിന്ന് ദേവന്റെ വയസ്സും ദേവന്റെ അവസ്ഥയും പിന്നെ ദേവന്റെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ നിർണയിച്ചു വെച്ചു. അതിബാലശ്ച ബാലശ്ച കുമാര
എന്ന് കണ്ടെത്തി. അത് സപ്തമി ഇന്ത്യയിലേക്ക് കൊണ്ട അത് അല്ല ഇതിന് ആവിർഭൂതം നമ്മളന്ന് ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യന്ത പൊരുത്തമില്ലായ്മയാവൂലോ. അത് നമ്മള് ഒന്ന് പറഞ്ഞ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ദേവന്റെ ആവിർഭാവത്തിൽ സ്ത്രീ ഇതിന്റെ കരുത്ത് പകർന്ന് പറഞ്ഞാൽ മതി. സഹധർമ്മിണി എന്ന പദത്തിലേക്ക് നമ്മൾ അല്ല അതല്ല ഈ സഹ എന്ന് പറഞ്ഞ ഒരുമിച്ചുള്ളത് അങ്ങനെ സഹധർമ്മം ശരി പദാർത്ഥം അങ്ങനെ വ്യാഖ്യാനിക്കാം. സഹധർമ്മം ഭാര്യാന്നുള്ള കൽപ്പന വേണ്ട. ഈ വിഷ്ണുവിന്റെ ധർമ്മം പോലെ പ്രവർത്തിക്കുന്നതായ ഭഗവതി. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും നടത്തിച്ചു കൊടുത്തിട്ട് ഭഗവാന്റെ കാര്യത്തിനൊരു പോകുന്നവർക്കൊരു ധൈര്യം പകരുന്നൊരു ഭഗവതിയാണ്. ഭഗവതി നമുക്ക് വളരെ കഴിഞ്ഞിട്ട് മറ്റേ സഹധർമ്മിണി മറ്റേ അതല്ല. പെട്ടെന്ന് നമ്മൾ പദാർത്ഥം പറയുമ്പോ സഹജം തോന്നിപ്പോകാം. നേരത്തെ നിങ്ങൾ ഭഗവാൻ ഇന്ന പ്രായമുള്ള ആളാണ് സമാ ബന്ധു നേത്ര സുത്രിയോട് വെച്ചാൽ നിലവേന്ന് വെച്ചിട്ട് ഞങ്ങളിതിന്റെ വയസ്സും ദശയും പിന്നെ ബുധന്റെ പിന്നെ ഈ സ്വക്ഷേത്രാംശം കൊണ്ട് ജാഗ്രാവസ്ഥയും വിധിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ചോദ്യം അല്ല ഉദ്ദേശിച്ചത്. സഹധർമ്മിണി എന്ന് പദം കേവലം പറഞ്ഞു പോയാൽ മനസ്സ് തോന്നിപ്പോവും ഇയാൾക്ക് വേണ്ടി ആ സഹധർമ്മിണി അങ്ങനല്ല. കൂടെയുള്ള ഭഗവതി കൂടെയുള്ള ഭഗവതി ആ ഭഗവതി ഇതിലേക്ക് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ചിങ്ങൻ രാശി തന്നെ ഉദയം കിട്ടാൻ ഒരു മാതൃവിധേയത്വം അതിലുണ്ട്. അപ്പൊ ആ ശ്രീ ഭഗവതിയും ഈ ധർമ്മ ഭഗവാനൊക്കെ തമ്മിലൊരു പരസ്പരമായ ബന്ധങ്ങൾ എല്ലാ വിഷമ സമയത്തും ഇവിടെ നമുക്ക് അനുകൂലമായി നിമിത്തം കൊണ്ട് സമർപ്പിക്കാം അല്ലേ? അങ്ങനല്ലേ? ഇപ്പൊ അതിന്റെ മേമ്പൊടിയാണല്ലോ. ശരി, എന്നിട്ട് ദൈവത്തിനോട് പുറപ്പെട്ടു. അത്രേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ശുഭാശുഭങ്ങള് ഗഹനമായത് കൊണ്ട് കണ്ടെത്താനാവില്ല. ആ സമയത്ത് പിന്നെ ഇതിനെ രാശി ബലം സ്ഫുടം സ്പഷ്ടമാക്കാൻ വേണ്ടി അത് സ്വീകരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണ് അത് വേണ്ടത്. അല്ല ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഇതുപോലെ നടക്കുന്നതിന് എന്റെ കാര്യം പറയണമെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവുമോ? എന്റെ കാര്യം ഇതിപ്പോ വിശേഷിച്ച് പറയേണ്ട തരത്തിൽ ലക്ഷണം കാണിക്കണമെങ്കിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ. അതെ, എന്നാലേ ഒരു ഉദ്ബോധനം അല്ലെ ഇങ്ങനെ ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഭഗവതിയെ സംബന്ധിച്ച് എന്തെങ്കിലും ആചരണ വിഷയത്തിൽ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടതുണ്ടോ? ഈ ഭഗവാന്റെ വിഷയത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകോവിലിന്റെ വിഷയങ്ങൾ പിന്നെ മറ്റുള്ള ബിംബോപാധികളുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് വേണമെന്ന് കണ്ടു. ഭഗവതിയെ സംബന്ധിച്ച് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? സ്ഥിതി കുറച്ച് മോശമാണോ ഈ നിലത്തിന്റെ? അല്ലാതെ ആ സ്ഥാനം മതിയോ? യുഗ്മത്തിൽ നിൽക്കുന്ന ശുക്രനിശാകരന്മാരെ കൊണ്ടാണ് സ്ത്രീദേവതാകൽപ്പന ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് ചന്ദ്രമായിട്ട് ഇവിടെ ആരാധിക്കുന്നതാണല്ലോ. അല്ല, ആ ചന്ദ്രമായിട്ട് ആരാധിക്കുന്ന ദേവത രാഹുവിൻ്റെയും അഥവാ രാഹു ഏതുക്കളുടെ സമ്പർക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് അല്പം ഇതിനൊരു പ്രയാസമുണ്ട്. ഉടുവേ അസുരാസ്യകേ സപിശാചഃ. ഇപ്പോൾ രാഹു ഏതുക്കളുടെ ബന്ധം വരുമ്പോഴാണ് ആ ഈശ്വരിയെങ്കിലേക്ക് അല്പം ഒരു ബാധാ ദുരിതങ്ങൾ ബാധിക്കുന്നു എന്ന് പറയണം അല്ലേ? ഉദയത്തിടുവേ അസുരാസ്യകേ സപിശാചഃ സോമപ്ലവമണ്ഡലേവിവാരവവും എന്നിപ്പോ ഇങ്ങനെ എന്ന് തോന്നുന്ന നിലയുണ്ട്. അത് ഈശ്വരിയെ സംബന്ധിച്ച് ഇന്നൊരു അസ്വസ്ഥത ഉണ്ട്. അത് രാഹുഗ്രസ്തം പിന്നെ രവിശശിരഹിത രാഹു കേതുസ്തു ചന്ദ്രശുക്രവുച്ച. ഇപ്പോൾ കേതുവിന്റെയും രാഹുവിന്റെയും ബന്ധം അഥവാ അത് ഒന്ന് കിട്ടിയാൽ മറ്റേ കിട്ടും. അത് പരസ്പര പൂരകമാണ്. രാഹു എന്താ കേതു ബന്ധം ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? ഈ ഭഗവതിയെ സംബന്ധിക്കുന്ന ആ കേതു ബന്ധം ഉള്ളത് കൊണ്ട് ആ ഭഗവതിക്കൊരു ഗ്രഹണമുണ്ട്. ഈ ഭഗവതിയുടെ സങ്കേതത്തിന്റെ ഉള്ളില് ജീർണതയുണ്ടോ? കേതു ആയതുകൊണ്ട് കുടി പടലങ്ങള് ജീർണവസനം തമസസ്തു കേതോഹോ മൃദ്ഭാജനം വിവിധ ചിത്രപടം പ്രതിഷ്ഠം. ഈ വേണ്ടാത്ത വസ്ത്രങ്ങളോ പിന്നെ കുടങ്ങളോ മൺകുടങ്ങളോ മാലിന്യ വസ്തുക്കളോ ഈ ഭഗവതിയുടെ സങ്കേതത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടോ? ജീർണിച്ച വല്ല സാധനങ്ങളുണ്ടോ എന്ന് കേതു സംസർഗം കൊണ്ടും അഥവാ ഇതിന്റെ ശ്രീലകത്തിന് പൊടി വീണിട്ട് അതിൽ നിന്നും വീടത്തേക്ക് വല്ല ഉപദ്രവമുണ്ടോ എന്ന് ചിന്തിക്കണം. ഇങ്ങനെ അത് ഇല്ല, കൂടാതെ അപ്പൊ നവീകരണത്തിന്റെ ഘട്ടത്തിൽ ഗണപതിയുടെയും ഭഗവാന്റെയും വിഷയം പോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് ആ ശ്രീ ഭഗവതിയുടെ കാര്യത്തിലും ഒരു പുനഃപരിശോധന വേണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ആയിക്കോല്ലോ.
ഇവിടെ ഇപ്പോ അപ്പുറത്ത് തൊഴാണ്ട് പോകുന്നുണ്ടോ? ആ ശരി, എന്റെ ഒരു അവസ്ഥ. കന്യായം സ്വജനാതിമോഷ്ണകരയോ പാപഗ്രഹദുഷ്ടയോ എന്ന് യോഗം പരിഗണിക്കുന്നില്ലയോ? വേണ്ടവണ്ണം പരിഹരിക്കില്ലേന്നാ. നിങ്ങള് വേണ്ട പോലെ രാഹുവിന്റെ ദോഷം മറക്കുന്നതാണല്ലോ. ഈ രാഹുവിനൊരു പര്യായം പറഞ്ഞ് തമസ്തു രാഹു സ്വർഭാനു, ഒരു തമസ്സിന്റെ കാലഘട്ടം അഥവാ രാഹു തമോ ഗുണജുഡ് എന്ന് മറ്റൊരു ആചാര്യൻ പ്രയോഗിച്ചു. അപ്പോൾ ഇത് വേണ്ടവണ്ണം കാണുന്നില്ല, വേണ്ടവണ്ണം തൊഴേണ്ടവരും ഇതിനെ ഗൗരവതരമായി കണ്ട് ഭഗവതിയെ തൊഴുന്നില്ല എന്നൊരു പ്രയാസം ഈശ്വരിക്കുണ്ട് ഇപ്പോൾ. പക്ഷെ വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് ദേവതക്ക് അവിടെ ബലമുണ്ട്. നിവേദ്യാദി വിഷയത്തിലും കുറവുണ്ട്. ഈ പ്രശ്നത്തെ തന്നെ സഫലമാക്കി തീർക്കത്തക്ക വിധത്തിലുള്ള നിയന്ത്രണം ഏറ്റെടുത്ത ചന്ദ്രന സ്ത്രീ എവിടെയുണ്ട്? ചന്ദ്രനിലേക്ക് വ്യാഴദൃഷ്ടി അല്ലേ, അത്രയും ബലമുള്ള കക്ഷിയുണ്ട്. ഉണ്ട് അല്ലേ, എന്നിട്ട് അതിനെ ഒരു അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഭഗവതി വിഷയത്തിൽ നിർബന്ധമായിട്ടും ഒരു പരിഗണന പൂർണ്ണമായിട്ട് വേണം. അപ്പോൾ നമ്മൾ നിത്യത്തിലേക്കും കാര്യത്തിലേക്കും ശ്രദ്ധയോടുകൂടി ഭക്തന്മാർ അഥവാ ഇല്ലക്കാർ വന്നാലും വേണ്ടപ്പെട്ടു വന്നാലും ആ ദേവതാ സങ്കേതത്തിലേക്ക് പ്രത്യേകം ഇതിന്റെ കൂട്ടത്തിന് ഉൾപ്പെടുത്തി തൊഴാനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് ഒരു രൂപരേഖ നിങ്ങളെ ഭാഗത്ത് ഉണ്ടാവണം. ഭഗവാന് വഴിപാട് ഇത് അശ്രദ്ധയായി പോകുന്നുണ്ടെന്നോ അല്ലേ? ഇല്ല, രണ്ടാക്കും പരിഗണന കൊടുത്തുകൊണ്ടുള്ള നിവേദ്യാദികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. വ്യാധ്യർത്ഥിതഷ്ടമേന്നാ പറഞ്ഞത്. വ്യാഴദൃഷ്ടിയുണ്ട്, വ്യാഴദൃഷ്ടി കാണാതെ പോകുന്നതല്ല, പക്ഷെ എങ്കിലും അല്പൊരു വ്യാധ്യർത്ഥിതയാണ്. ഈ സ്ഥാനസങ്കേതം അത് ദേവതയാണ് എന്നുള്ളത് പ്രബലയായ ദേവത വെച്ചാൽ അതിന്റെ നവാംശകം ഇടവത്തിൽ അംശയിച്ചുകൊണ്ട് നമ്മളിന്നലെ ചിന്തിച്ചല്ലോ. പ്രായേണ ശുഭാവരിന മനുഷ്യേന്ദ്രാഭാഷ്യം കുര്യു ദേവാനാം ഉച്ചകഥ നിജകഥ നാരകീയാണാം. ഉച്ചനവാംശം കിട്ടുന്നതുകൊണ്ട് അത് ദേവത തന്നെയാണ്, പ്രബലയായ യോഗങ്ങളുടെ ഈശ്വരിയാണ്. ഉച്ചാംശം കിട്ടുമ്പോൾ പിന്നെ ശീതാംശവും ഉച്ചാംശവും കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കും, സാമ്പത്തിക അഭിവൃദ്ധി ആ ഈശ്വരി കൂട്ടത്തിൽ സ്ത്രീ തന്നെയാണല്ലോ. ഓരോ ഗ്രഹങ്ങൾക്ക് ഉച്ചബലം പറഞ്ഞു ഉച്ചബലേന ഗ്രഹം പരാവിഭൂതി പ്രസാദേരി ബലവത്വം. ഓ ഈ സൂര്യന്മാർക്ക് ഭാനുഷ്ഠനായ ചന്ദ്രഷ്ഠനായത്തോടെ ചന്ദ്രനെ കൊണ്ട് നിങ്ങൾക്ക് അതായത് വസ്ത്രങ്ങളുടെ അഭിവൃദ്ധിയും സ്ത്രീകൾക്ക് അഭിവൃദ്ധിയാണ് ഉച്ചബലം പറഞ്ഞത് ചന്ദ്രനെ കൊണ്ട് അല്ലേ പറഞ്ഞത്. ചന്ദ്രന്റെ ഉച്ചബലം കൊണ്ടല്ലേ വസ്ത്രലാഭവും പിന്നെ ഇതല്ലേ പറഞ്ഞത്, സ്ത്രീകൾക്ക് അഭിവൃദ്ധിയല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് നല്ല വർധനമുണ്ട്. അത് ഇവിടെ എന്താ വരുക? ചന്ദ്രഹ സദ്ബലബോധനാനി ഗുരുതേ. നല്ല വിജ്ഞാനത്തെയും നല്ല നല്ല ഗുണത്തെയും കൊടുക്കാൻ ഈ ചന്ദ്രനെ കൊണ്ടാവും. പക്ഷെ ഇന്ന് തൽക്കാലം എന്തായി? അനിഷ്ടസ്ഥനാണ്, രാഹുഗ്രസ്തനാണ്, പിന്നെ തൽക്കാലം ഇന്ന് ഇരട്ടത്താണ്. സ്ഥാനബലം ചിന്തിക്കുമ്പോൾ ഉച്ചാംശകത്തിൽ പറഞ്ഞുകൊണ്ട് സ്ഥാനം മാറേണ്ടതില്ല, സ്ഥിരാംശകല്ലേ. പിന്നെ ഒരു ആള് പറഞ്ഞു തന്റെ സ്വക്ഷേത്രത്തിലോ സ്ഥിരത്തിലോ അംശയിച്ചാൽ ഈ ആരൂഢം മാറിക്കൂടാൻ. സ്വക്ഷാംശകതയെ സുമന്ത്രി എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഉച്ചാംശകത്തിന് വിശേഷം വേണ്ട അല്ലെ. സ്വക്ഷാംശകത്തിൽ സ്ഥിരമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചാംശകത്തിൽ അതിന് മുകളിലല്ലാണ്ട് അതിന് താഴോട്ട് ചിന്തിക്കാൻ പറ്റൂല്ലോ. അപ്പോ പിന്നെ സ്വക്ഷേത്രകതയെ കേന്ദ്രസ്ഥയെ കുജബുദ്ധിതമതേ എന്ന് പറഞ്ഞു. ഒരാൾ ചോദിച്ചു മൂലക്ഷേത്രം പറഞ്ഞിട്ടില്ലോ എന്ന് ചോദിച്ചു അതിൻ്റെ അടുക്ക്. സ്വക്ഷേത്രകതയെ കേന്ദ്രസ്ഥയെ പഞ്ചമഹായോഗങ്ങളിൽ. അപ്പൊ പിന്നെ ഇതിന് രണ്ടു കൊണ്ടാകുമ്പോൾ ഈ മറ്റേത് പറഞ്ഞ ആവശ്യമില്ല. സ്വച്ഛം കഴിഞ്ഞിട്ട് നേരെ താഴെ മൂലക്ഷേത്രം കഴിഞ്ഞിട്ടാണ് സ്വക്ഷേത്രം പറഞ്ഞതെങ്കിൽ മൂലക്ഷേത്രം ഇല്ലെങ്കിൽ മൂലക്ഷേത്രം അത്യാഹിക്കാലം വരുന്നുണ്ട്. അതേപോലെ പിന്നെ സ്വക്ഷേത്രത്തിൽ ബലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചത്തിനെ സംബന്ധിച്ച് നമുക്ക് സന്ദേഹം വേണ്ട, സ്ഥാനം മാറേണ്ടതിന് വേണ്ടി അവിടെ തന്നെ സ്ഥാനം മാറണ്ട കേട്ടോ. അതൊക്കെ ശില്പശാസ്ത്രം പരിഹരിച്ചാൽ സ്ഥിരാംശകം വന്നുകൊണ്ട് എന്നാ ഉദ്ധാരിച്ച സ്ഥിരസ്ഥയെന്ന് ഉണ്ട്, ഉദ്ധരിക്കേണ്ടതൊന്നുമില്ല. ഇന്നത്തെ അതിന് മാലിന്യങ്ങൾ അത് ചന്ദ്രനോട് നവാംശവും ശന്യാംശവും വന്നിട്ട് 4 വന്നുകൊണ്ട് നിത്യവിളക്കിന്റെ കാര്യത്തിലും നിത്യദീപം അവിടെ കെട്ടുപോകുമ്പോൾ ചിന്തിക്കണം. സൂര്യസംസർഗമില്ലാതെ ചന്ദ്രൻ ശനിയോഗസ്ഥനോ ശനിദുഷ്ടനോ 4ാം ഭാവത്തിലോ നിന്ന് കഴിഞ്ഞാൽ അവിടെ അജ്ഞാനം ഉണ്ടാവും, അഥവാ നമ്മൾ തമസ്സിലെത്തും. ഇത് വേണ്ടവണ്ണം പരിഗണിക്കാതെ ഈ ഇവിടുത്തെ കാലങ്ങളിൽ അങ്ങോട്ട് ശ്രദ്ധ പതിയാണ്ടായി പോകുന്നുണ്ടോ? ഭഗവതിയുടെ അടുത്തേക്ക് തൽക്കാലം അങ്ങനെ ഒരു വിളക്കലും കിട്ടുപോകുന്നുണ്ടോ? അല്ല വിളക്ക് വേണ്ടത്ര ഇല്ലല്ലോ. ഇല്ല,
ഒരു വിളക്ക് വെക്കലില്ലല്ലോ. എന്നാൽ അത് കെട്ടുപോകുന്നുണ്ടോ? ഇല്ലല്ലോ. മന്ദക്ഷാംശനായിട്ടോ മന്ദദൃഷ്ടനായിട്ടോ മന്ദയുക്തനായിക്കുന്ന ശശിനി അഥവാ ഹിമുഖനായി വർത്തിക്കുന്ന സമയത്തെങ്കിൽ അർക്കദൃഷ്ടിയുതനല്ലാതെ വരുമ്പോ എന്താവും? പ്രവർത്തിക്കും. ഈ ഭഗവതിക്ക് പ്രത്യേക നിവേദ്യ വിഷയത്തിന് കൽപ്പനയിലായിരുന്നു പൂർവ്വകാലത്ത്. സഹധർമ്മം എന്നുള്ളതിനെ കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്, എത്തിച്ചത്. അങ്ങനെ സഹധർമ്മം വേണമെങ്കിൽ ഇവിടെ ഭഗവാന് നമ്മൾ ചെയ്യുന്നതിന്റെ പരിഗണന ഒട്ടും കുറക്കാതെ ഭഗവത് ചെയ്യണമെന്നാണല്ലോ പറയേണ്ടത്. പിന്നെ അവിടെ അവിടെ തന്നെ ചോദ്യം, പ്രത്യേക നിവേദ്യ വിഷയങ്ങളിൽ ആ ദേവിക്ക് പൂർവ്വകൽപ്പനയുണ്ടോ? അങ്ങനെയാണെങ്കിൽ വൈശേഷിക നിവേദ്യമായിട്ട് ഇപ്പൊ എവിടെയാ പിടിക്കുക? കന്നിലഗ്നം ചന്ദ്രന, ചിന്തിതഗ്രഹം ചന്ദ്രനാണല്ലോ. ചിന്തിതഗ്രഹം നമ്മൾ ഒന്നിനെ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ അതിന്റെ കാര്യഗ്രഹം ചന്ദ്രന. ആ ചന്ദ്രൻ ഇന്ന് അതിന്റെ നിവേദ്യസ്ഥാനം 3-ാം ഭാവം 8-ാം ഭാവം പരിശോധിച്ചാൽ 3-ാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്, ചൊവ്വാദൃഷ്ടിയുണ്ട്. ഭാവാധിപന്റെയും വ്യാഴത്തിന്റെയും ദൃഷ്ടി 3-ലേക്ക് വരുന്നതുകൊണ്ട് ആ ഭാവം ബലവത്താണ്. ഇത് എപ്പം നടക്കുന്ന രീതിയാണോ? അല്ല, സാധാരണ എല്ലാം ഇല്ലേ? വ്യാഴദൃഷ്ടി വന്നാൽ കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. അല്ല, ഈ ഭഗവതിമാർക്ക് പ്രത്യേക വൈശേഷികമായ ഈ തിരുവക്കാടി മുതലായ നിവേദ്യങ്ങൾക്ക് കൽപ്പനയുണ്ടോ പൂർവ്വത്തിൽ? അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലേ? ശനിദൃഷ്ടിയും വ്യാഴദൃഷ്ടിയും ചൊവ്വാദൃഷ്ടിയും സമകാലത്ത് വന്നു. രാഹുവിന്റെ നവാംശവും വന്നു. ശ്രീഭഗവതിയും ദുർഗയാണെങ്കിൽ ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശുക്രക്ഷേത്രത്തിലെ ശുക്രേണ അതല്ലേ, ശുക്രക്ഷേത്രത്തിലാണ് നിവേദ്യം നിൽപ്പ്. ഈ വിശേഷ നിവേദ്യം ഉണ്ട് കേട്ടോ. ശുക്രേണ അക്ഷരസർപ്പിനോതിരാം പിന്നെ പായസമി ക്ഷീരപ്രദം അങ്ങനെ എന്തെങ്കിലും പതിവുണ്ടാകും. തിരുവക്കാടി മുതലായ കാര്യങ്ങൾ ദുർഗയാണെങ്കിലോ ശ്രീഭഗവതിയാണെങ്കിലോ തിരുവക്കാടിക്ക് പ്രസക്തി ഇല്ല. ഇല്ല അല്ലേ? തിരുവക്കാടിക്ക് നിവേദ്യം കൽപ്പിക്കുമ്പോ ദേവതാ സ്വഭാവം കണക്കാക്കണം. ആ ദേവതക്ക് അനുസൃതമായ നിവേദ്യം അത് താന്ത്രിക വിഷയമാണ്. ദൈവജ്ഞൻ അത് വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് വർദ്ധിപ്പിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ രാശിമുഖേന സൂചിപ്പിക്കുകയുള്ളൂ. അതിന്റെ സമ്പ്രദായം നിങ്ങളിലാണ് അല്ലേ? നമുക്ക് അത്രേ പറയാൻ പറ്റൂ. അല്ല, ഇതിന്റെ രാശിയുടെയും ഗ്രഹത്തിന്റെയും സൂചനയും അത് ശുക്രദൃഷ്ടി വന്നുകൊണ്ട് ശുക്രനുമായി ബന്ധപ്പെട്ടതാണ്. അതെ, ആ ശുക്രദൃഷ്ടി വരുമ്പോ എന്തായി നമുക്ക് എന്താ ചെയ്യാം? ആ ദേവതയ്ക്ക് ഇത് അനുയോജ്യമാണെങ്കിൽ അങ്ങനെയുള്ള പദാർത്ഥങ്ങളിൽ ചേർക്കാം. എങ്ങനെയാ അതിൽ നിന്നാ സാധാരണ വർദ്ധിപ്പിച്ചത്? ക്ഷീരം വൈശേഷിക നിവേദ്യം കൊണ്ട് അങ്ങനെ വരി ഉണ്ടോന്നുള്ളതാ. അല്ല അതല്ല, ഈ സ്ത്രീ എന്ന ധർമ്മത്തിലാവുമ്പോ ശ്രീഭഗവതി കൽപ്പനയാവുമ്പോ ഇന്നതേ പാടുള്ളൂ എന്നൊരു നിയമം നിങ്ങളുണ്ടാവുമല്ലോ. അതിലേറ്റവും വർദ്ധിച്ചതെന്ന് വെച്ചാൽ വ്യാഴമായതുകൊണ്ട് വർദ്ധിച്ചതായിരിക്കണം. വ്യാഴദൃഷ്ടി വന്നാൽ അത് വ്രതനിയമത്തോടെ ജീവൻ വേണം. പിന്നെ ഇജ്യ എന്ന ശബ്ദം കൊണ്ട് വ്യാഴദൃഷ്ടി ഒരു രാശിയിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വ്രതനിയമവും ഇജ്ജയും അത് തൽപരത്തോടെ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അല്ലേ പറഞ്ഞത്? ഇജ്യ വ്രതയോപര ഖ്യാതപൂജയോ അല്ല, ഇജ്യ വ്രതയോപര. ഇപ്പോൾ ഒരു നിയമം പാലിച്ചുകൊണ്ട് നല്ല ചിട്ടയോടുകൂടി അവിടെ നിവേദ്യം വർദ്ധിപ്പിക്കണം. എന്താ വർദ്ധിപ്പിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിൽ മധുരപദാർത്ഥങ്ങളോ പായസങ്ങളോ ആണ്, ഇത് പിന്നെ ക്ഷീരം കൊണ്ടുള്ള വസ്തുക്കളാണ് ഗോചരം. അത് ഈ ദേവത ഈ കൽപ്പനയിൽ അത് സ്വീകരിക്കുന്നതാണോ എന്നുള്ളത് നിങ്ങളുടെ തന്ത്രശാസ്ത്രം. അത് നമുക്ക് അല്ല, അത് നമുക്കത് ഇല്ല, അത് സമ്പ്രദായത്തില തന്ത്രത്തിലെ അത് അത് വേണം. ഒരു ഉടമ്പടി വേണേ. നിവേദ്യ സ്ഥാനത്തേക്ക് നിവേദ്യപതി നോക്കിയത് കൊണ്ട് കത്യന്തേ പൃഥുരാജ്യ പിഷ്ടവിശന ഉർവീബലാനിന്ദുന ചന്ദ്രന പിന്നെ വിഹിതം കുജേനാണ്. പക്ഷെ ആയതുകൊണ്ട് നമുക്ക് ബാധകാധിപനോട് ഞാൻ അതില് ചൊവ്വാദൃഷ്ടിക്ക് വ്യാഴദൃഷ്ടിക്കും ദോഷം പറയാന്ന് വെച്ചാൽ ഭാവാധിപന്റെ ദൃഷ്ടിയാണ്. ശനിദൃഷ്ടിയാണ് ഞാൻ ഹീനത. ശനിദൃഷ്ടി കൊണ്ടാ ഹീനതയോ ചൊവ്വേനെ കൊണ്ട് വിഹിതം പറയാം. ദോഷത്വമുള്ള വ്യാഴത്തിന്റെ സമ്പർക്കമാണ് അവിടെ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാം. വ്യാഴമായതുകൊണ്ട് മധുരപദാർത്ഥങ്ങളും പാൽപ്പായസം മുതലായ കാര്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് തെറ്റില്ല. അത് തന്ത്രത്തിന്റെ അംഗീകാരം വേണേ. ഇതൊക്കെ പിഴിഞ്ഞ പായസങ്ങൾ ജ്യോതിശാസ്ത്രം അതിലെ സൂചകാണെങ്കിലും തന്ത്രം അതിലെ നിവേദ്യ വസ്തുക്കളൊക്കെ താന്ത്രികത്തിന്റെ വിലം കൂടി. തിരുവക്കാടി എന്ന് പറഞ്ഞാൽ ദുർഗക്ക് തിരുവക്കാടി പറ്റൂല.
പിന്നെ ഈ മറ്റുള്ളവര് ഉള്ളതാണ് അരിങ്ങാട് നേദിക്കല്. അരിങ്ങാടിന് പകരമാണ് നമ്മൾ ഈ മഞ്ഞപ്പൊടിയും ഈ തേങ്ങാപ്പൂളും ഇട്ടിട്ട് നേദിക്കുന്നത്, ശർക്കരയും വെച്ചിട്ട്. അന്നേരം ഇത് പതിവില്ല, ദുർഗക്ക് പതിവില്ലാത്തത്. പതിവില്ല. കൊണ്ടുവരുന്നുണ്ടല്ലോ ആൾക്കാർ ശരിക്കും അരിങ്ങാട് പാടില്ലാത്തതാണ്, ഇത് ഇന്ന് പറ്റാത്തതാണ്. അരിങ്ങാട് പറഞ്ഞാൽ ദുർഗയല്ലേ, ചന്ദ്രൻ വ്യാഴദൃഷ്ടി വരുമ്പോൾ ദുർഗയല്ലേ ഇത്. അപ്പൊ ശുക്രനെ പിന്നെ എന്താണ് ഗിരിതരുകഥകൾ ഈ നാളികേരമുള്ള നിവേദ്യം, തേങ്ങാ പായസം, തേങ്ങ ഇട്ടുകൊണ്ടുള്ള പായസം പറ്റൂല. അത് പറ്റും. തിരുവക്കാട് വേണ്ട ഈ വിധത്തിലുള്ള പായസങ്ങളൊക്കെ നമുക്ക് ദുർഗയായിട്ടോ ശ്രീഭഗവതിയായിട്ടാണോ തിരുവക്കാട് പാടില്ല. അത് വേണ്ട, സമ്പ്രദായത്തിന് ഭേദം വേണ്ട. മഞ്ഞപ്പൊടി തേങ്ങാപ്പഴം കുത്തിരിച്ചോളൂ, അത് അത്യാവശ്യം കഴിക്കുന്ന വഴിപാട്. അത് വേണ്ട. തിരുവക്കാട് തന്നെ മഞ്ഞൾ ഇട്ടിട്ടാകുമ്പോ തിരുവക്കാട്. അരിങ്ങാട് പറയുമ്പോ അത്യാവശ്യം വരുന്നല്ലോ. നാളികേരം ഉൾപ്പെട്ട പായസങ്ങളൊക്കെ അരിങ്ങാട് പറയുമ്പോഴും കുറച്ചും കൂടി അത് വേണ്ട. പക്ഷേ വ്യാഴമായതുകൊണ്ട് ഇത് വേണം വർദ്ധിപ്പിക്കണം. വേണ്ടാന്ന് നോക്കുമ്പോ ഉള്ളത് വർദ്ധിപ്പിച്ച് ചെയ്യണം. വ്യാഴദൃഷ്ടി വരുമ്പോഴാണ് അത് വർദ്ധിപ്പിക്കാൻ. ഉച്ചാംശം നിൽക്കുന്ന വ്യാഴാണ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് കേട്ടോ. ഉച്ചനവാംശമുള്ള ഗ്രഹത്തിന് അതിന് അളവിൽ ഏറ്റവും കൂടിയ അളവാ പറഞ്ഞത്. വർദ്ധിപ്പിക്കല്ലേ പറഞ്ഞത്? ഭൂരിയല്ലേ? ഒരമ്പലത്തിന് വലിയ വട്ടമായിട്ട് എല്ലാ ദിവസവും നേരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളെ ചങ്കിക്കണ്ടു. ഇനി അതിനപ്പുറത്ത് എങ്ങനെ വർദ്ധിപ്പിക്കേണ്ടത്? ഒന്നുമില്ല, ഉള്ളത് വർദ്ധിപ്പിക്കാം. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോ ഈ വാരത്തിനെല്ലാം ഇപ്പൊ പറഞ്ഞാൽ ഇവിടെ 2 കാലം 3 കാലം ഈ പായസം വെക്കുന്നുണ്ട്. അന്നേരം ഒന്നും ഭഗവതിക്ക് കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ല. കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വെക്കുന്ന നിവേദ്യം എന്തെന്നായാലും ഒരംശം ആടെയും കൂടെ കൊണ്ട് നിവേദിക്കാൻ ശാന്തിക്കാരൻ മുമ്പോട്ട് അല്ല, അതെല്ലാം നേരിക്കലുണ്ട്. പക്ഷെ അത് ഇതേപോലെ തന്നെ വേണമെന്നല്ലേ പറയുന്നത്. അല്ലേ? 1 ലിറ്റർ നമ്മൾ ഇവിടെ നെയ്തിച്ചാലും ആടിപ്പോ ഒരു 100 നെയ്തിക്കുള്ളൂ. അത് പോരാന്നാണ് പറയുന്നത്. അതെ, ഇവിടെ ആടി 1.5 വേണമെന്നാണ്. അതിനൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ 2 കാലം കഴിക്കുന്ന 1 കാലാക്കുക, 1 കാലം അപ്പുറം ആക്കുക. തുല്യത വേണമെന്നാ പറയുന്നത്. അങ്ങനെ ആക്കാൻ പറ്റുമോ? ഒമ്പതാം ഭാവം ഒരു വ്യാഴമാണ്. എന്നാലും വർദ്ധിക്കുന്നുണ്ട്. 2 കാലില് 2 ആവുന്നുണ്ട്. അത് എല്ലാം വ്യാഴങ്ങളാണ്. അതാണ് പറയുന്നത്. അതെ, നിവേദ്യത്തിന് അല്ലാതെ കൊടുക്കേണ്ട ആളും അതിന് ആൾക്കാർ അർഹതപ്പെട്ടവരാ. ഇവരെ കാര്യപ്പെട്ട് നമ്മൾ വാക്ക് നിങ്ങൾ ആലോചിച്ചു. അത് ചെയ്യും, അത് കൊടുക്കുന്നേ പ്രശ്നമില്ല. മറ്റു സമൂഹത്തെ പോലെ പറയണ്ടല്ലോ. ഇത് ചെയ്യേണ്ടതാരാ? അവനവൻ തന്നെയാണ്. അത് കൊടുക്കാം. എങ്ങനെയാ ചെയ്യേണ്ടത് ആർക്കാ അറിയാം? നിങ്ങൾക്ക് തന്നെ അറിയാം. ഇവിടെ കൊടുക്കുന്ന രീതിയിലല്ല അവിടെ കൊടുക്കാമെങ്കിൽ ഏർപ്പാട് ചെയ്യാം. ഇവിടെ കൊടുക്കുന്ന രീതിയിലല്ല അവിടെയും കൊടുക്കാം. കാരണം ദൈവത്തിന് സഹധർമ്മിണിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപോലെ ധൈര്യം കൊടുത്തത്. അപ്പോ നിലനിർത്തിന്റെ ആളാരാ വെച്ചാൽ അതെല്ലാവർക്കും മതി. എല്ലാവർക്കും സഹധർമ്മിണിയാണ് ധൈര്യം തരുന്നത് അല്ലേ? അല്ല, ഒന്നും ആളെ എന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ കഴിവുള്ള ആളല്ലപ്പാ. അപ്പോ ശരി. അങ്ങനെ പിന്നെ അവിടുന്ന് ദൈവത്തിനും പുറപ്പെട്ടു. യാതൊരുവ ശകുനൊന്നും ഉണ്ടായിട്ടില്ല, ദുശകുനൊന്നുമില്ല. അവിടുന്ന് മാർഗ മന്ദിരഗതിയിൽ എന്തെങ്കിലും വിശേഷ എന്തെങ്കിലും നിമിത്തം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും അതായത് നമുക്ക് കേൾക്കേണ്ടത് വേദാധ്യായന ഘോഷണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അഥവാ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളൊക്കെ അങ്ങേ സ്വീകരിച്ചിട്ട് അതിൻ്റെ ഒരു സമ്പ്രദായം പോലെ ഒരു ദൈവത്തിനെ ഒരു സമ്പ്രദായ പ്രകാരം സ്വീകരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. യാദശീ വാച്യ എന്താണോ നമുക്ക് ആത്മനിർഭരമായിട്ട് കാണുന്നത് അതിന്റെ ഗുണദോഷം പറഞ്ഞു വെച്ചാൽ മമചിത്തെ സ്ഫുരന്തു എന്നല്ലേ. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിലെ തോന്നിപ്പിക്കണേ. ഇല്ലെങ്കിൽ സ്വീകരണം എങ്ങനെ ഉണ്ടായിരുന്നു?
നമുക്ക് അങ്ങനെ വേറെ ആരും അല്ലാത്തോണ്ട് പൂജയാണെന്ന ദിവസം രാവിലെ അല്ല, അത് ഇദ്ദേഹത്തിന് തോന്നിയെങ്കിലേ വിഷമമുള്ളൂ. അതേ ഉള്ളൂ. അതിനോട് സാധാരണ രീതിയില് വിഷമം തോന്നുന്ന പോലെ ഇവിടെ തോന്നിയിട്ടാ ഇത് വേറെ ഈ ചില അതിപരിചയം കൊണ്ട് അബദ്ധം വരും. ഗോവിന്ദന് നമുക്ക് അടുത്ത ആളാന്ന് നമ്മളെ സ്വന്തമാണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഈ വിഷയത്തിൽ ചിന്തിച്ചില്ല. ഈ അന്ന് വരുമ്പോ എന്തായി അല്ലേ, ദൈവത്തിനാ. അത് ഓരോ മനസ്സിന് വിഷമം ഉണ്ടായില്ല അവരെ തീർന്നു. അതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കി ഉണ്ടായിട്ടെങ്കിൽ അത് അനുഭവത്തിൽ ചിന്തിക്കാം. അല്ല ഓരോ നമ്മളെ ആളാണ് അവിടെ ഓരോ മനസ്സിലില്ല. അപ്പൊ ദൈവത്തിന്റെ ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്. ഒരു ഭാവം പ്രതി ചിന്തിച്ചാൽ സൂര്യദൃഷ്ടിയും വ്യാഴദൃഷ്ടിയും നമുക്ക് ദോഷമൊന്നും പറയാനില്ല. ഒന്നുമില്ല. അല്ല വിശേഷമായിട്ടൊന്നുമില്ലോ. ഒന്നുമില്ല. ചായ ഈ 12-ല് സൂര്യദൃഷ്ടി ആ ഭാവം ചിന്തിക്കുമ്പോൾ നമ്മളൊരു തന്ത്രി അതൊരു വിഷയം ചിന്തിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പോവാന്ന്. 12-ാം ഭാവം എന്ന് വരുന്ന സമയത്ത് ഈ സൂര്യദൃഷ്ടി വരുമ്പോൾ ആചാര്യം പറഞ്ഞിട്ടുണ്ട് പിതൃപക്ഷ ലബ്ധ വിഭവത്വമാണ്. സൂര്യദൃഷ്ടിയാണല്ലോ നമുക്കതിൽ പറഞ്ഞത്. പ്രാഗ്ലഗ്നേ രവിദൃഷ്ടേ, പ്രാഗ്ലത്തിലേക്ക് രവിദൃഷ്ടമായി വരുന്ന സമയത്ത് സൂര്യനവാംശത്തിൽ സൂര്യദൃഷ്ടി വന്നാല് ഈ ആചാര്യന്റെ ഭാഗത്ത് നിന്നെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയുണ്ടോ? തന്ത്രിയുടെ ഭാഗത്ത് 12-ാം ഭാവത്തിന് ആ വിഷയം ചിന്തിക്കണ്ട, നിങ്ങൾക്ക് അതൊന്നുമില്ല. 12-ാം ഭാഗത്തിലേക്ക് എന്തായാലും സൂര്യദൃഷ്ടി എന്ന് വെച്ചാൽ പ്രാഗ്ലഗ്നേ രവിദൃഷ്ടേ. അതെ, ആചാര്യഭാവത്തിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ആചാര്യഭാവത്തിൽ സൂര്യൻ അതിന്റെ അതായത് ദേവത കാരകനാണ്. സൂര്യൻ 12-ൽ അംശിച്ചു എന്നുള്ളത് അവിടത്തേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്. ഭാവം ബലവത്താണ്. 12-ാം ഭാവം മകരാശിയായി 12-ാം ഭാവം ആദ്യം തന്നെ ലഗ്നാധിപനായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട്. ഏത് ഗ്രഹമാണോ ഏത് ഭാവമാണോ ലഗ്നത്തിൽ നിൽക്കുന്നത് അതിന് തൽക്കാലം സ്വീകരിച്ചിട്ടുണ്ട്. SC വിലഗ്നേന തന്ത്രി മാറി പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഈ പൈതൃകത്തിന്റെ വിഷയത്തിൽ സൂര്യന്റെ ദൃഷ്ടി സൂര്യദൃഷ്ടി വന്നിട്ടുണ്ട്. സൂര്യനവാംശമുണ്ട്. സൂര്യൻ മകരരാശിയിൽ അംശിച്ച് 12-ലായി. അതിനെന്തെങ്കിലും ഒരു കാലഘട്ടം തന്ത്രിമാര് വേറെ തന്ത്രി വന്നു, പിന്നെ തന്ത്രി വന്നു, അങ്ങനെ കണ്ടോ? അപ്പൊ നീജഹ യജ്ഞഃ ഉപനിഷേ അല്പധനവാൻ ധന്യഭാഗ്യേകത. അവിടുന്ന് അഷ്ടമത്തില് കുളികനും അഷ്ടമത്തില് ബുധനും തന്നു. ഒരു കാലം ഈ നമ്മളെ ഈ ആചാര്യന്റെ ക്രിയകൾ ആരെയും ചെയ്ത ആൾ ഇവിടുന്ന് ദുർമരണപ്പെട്ടില്ല. തന്ത്രി പരമ്പര അല്ലാത്ത തന്ത്രിക്ക് സമാനമായിട്ട് എന്തെങ്കിലും ചെയ്ത ഒരാൾ ഇവിടുന്ന് ഒരു ബുദ്ധിഭ്രമം പോലത്തെ വിഷമങ്ങൾ വന്നിട്ടോ ബുധനും കുളികനും അഷ്ടമരാശി എടുക്കുക അങ്ങനെ ഒരാളൊന്നും നടുവത്തോടെ ഒരു വരാണ്ടായ കാലഘട്ടത്തിൽ കോറമംഗലാണ് ഇവിടെ കുറെ കാലം കഴിച്ചത്. അങ്ങനെ ഞാൻ കേട്ടത് എന്നെ ശരിയാണോ തെറ്റാണോ മനസ്സിലായി. ഒരാൾ ഉണ്ടായിരുന്നു, അങ്ങനെ കാലം ഉണ്ടായിരുന്നു. ആള് മാറി കഴിച്ചിട്ടുണ്ട്. അതാ ചോദിച്ചതാ. ചെയ്തിട്ടുണ്ട് അല്ലേ സർക്കാർ ശരി അപ്പോഴാണ് ഒരു കീടം. അതാണ് അല്ലേ ഏതായാലും ഒന്ന് എടുത്തിയാടുന്ന സാധനമാണ്, ഒരു ബുദ്ധിമുട്ടിക്കുന്ന സാധനമാണ്. എന്തായാലും ഒരു നിമിത്തം അങ്ങനെ ഉണ്ടായി. അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ സമയത്തിനും ശുക്രനാണ് ഒരു വിശ്വഗ്രഹരാശിയിൽ. ആചാര ശാപമൊന്നുമില്ല. ഭാവത്തിലേക്ക് വ്യാദൃഷ്ടി എന്നുകൊണ്ട് ഭാവം ബലപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ തന്ത്രിയെ സംബന്ധിച്ച് നമുക്ക് ദോഷമില്ലെങ്കിലും മുൻപ് ഏതോ ഒരു കാലം ഒരു സൂര്യന്റെ നവാംശകം വന്നുകൊണ്ട് ഇതിന്റെ ഒരു കൽപ്പനയിൽ രാജാവിനായിട്ട് കണക്കാക്കേണ്ട ആളുടെ മനോവിഷമം ഇതിലുണ്ടാവും. അതുണ്ട്, അത് പരിഹരിക്കണം. ആ സൂര്യനവാംശകം പിന്നെ മകരരാശിയിലെ നവാംശകാവുമ്പോ പഴയാളെ ഒരു ഇതുണ്ട് ഇത് ബന്ധപ്പെട്ട മനസ്സന്തവേദ് ഇവര് മനസ്സ് സന്തോഷിക്കുന്നുണ്ട് ഇതിന്. പറഞ്ഞില്ലേ, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ? അതിപ്പോ ഈ കുറമംഗലമായിട്ടുള്ള ബന്ധം, ബുധന്റെ അഷ്ടമരാശി കൊണ്ട് പറഞ്ഞു കോരമംഗലമായിട്ടുള്ള ബന്ധം ബുധനാണ്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, പറഞ്ഞോ, പറഞ്ഞോ. ഇവിടുത്തെ തന്ത്രി ശരിക്ക് കോറമംഗലാണെന്നും കോറമംഗലം ഇവിടെ പ്രതിഷ്ഠിച്ചിറങ്ങിയപ്പോ
എനിക്ക് ഇനിയൊന്നും കഴിയുന്നില്ലടോ എന്ന് പറഞ്ഞിട്ട് സദസ്യനായ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു വരും, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് അതിന് ശേഷം അയാൾക്ക് വരാൻ പറ്റിയില്ല, ആ കിടപ്പിൽ മരിച്ചു ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായ തെളിവോ കാര്യമൊന്നുമില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടതാണ്. ഇപ്പം അതിൽ രണ്ടഭിപ്രായമുണ്ട്. വേറെ ആൾക്കാരാണ് തന്ത്രി, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഓർമ്മങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ന് ഒരു വേർഷൻ. രണ്ടാമത്തെ വേർഷൻ ഓർമ്മങ്ങനെ മറ്റേ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു എന്ന് പറയുന്ന വേർഷൻ. ഈ ഭാവം, ഭാവപതി, കാരകൻ, ഇവര് മൂന്ന് ഇഷ്ടസ്ഥന്മാരാണ്. നമുക്ക് ഇന്നത്തെ തന്ത്രി പരമ്പരയ്ക്ക് ഒരു ഭേദം കൽപ്പിക്കുന്നില്ല. കാരണം ഭാവാൻ കൊണ്ട് സ്ഥിരാശി എന്നിട്ട് വ്യാഴനിഷ്ഠമായ ആരൂഢായതുകൊണ്ട്. പക്ഷേ ഒരു പൂർവികമായ എന്തോ ഒരു ദുരിതം, പിതൃപക്ഷ ലബ്ധ വിഭവം അല്ലേ? സൂര്യദൃഷ്ടി വരുമ്പോ അല്ലേ പറഞ്ഞതല്ലേ, പ്രാഗ്ലഗ്നേ രവിദൃഷ്ടേ, പിന്നെ സാധാരണ കിട്ടുമെങ്കിൽ സ്വത്ത് കിട്ടുമെങ്കിൽ പിന്നെ പിതൃപക്ഷത്തുനിന്ന് ലഭിച്ചു എന്ന് പറയണം. അങ്ങനെ അതായിരിക്കില്ല വിശേഷം. ഇത് അച്ഛന്റെ വഴിയാ. അപ്പൊ അല്ല, ഇവിടെ ഇവർക്ക് അങ്ങനെയാ, ഇത് പിതൃപക്ഷക്കാരെ ഇവര്. അപ്പൊ ഇന്ന് ഉള്ള പരമ്പര പാരമ്പര്യം ഉണ്ടായിരുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഒരു പരമ്പര എന്ന് പറയേണ്ട ലക്ഷണമുണ്ട്. പക്ഷെ ഇന്ന് ഭാവാധികൻ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടും സ്ഥിരാശംസമുള്ളതുകൊണ്ടും ഭാവത്തിൽ വ്യാഴത്തിന് ദൃഷ്ടിയുള്ളതുകൊണ്ടും തന്ത്രി പരമ്പരയ്ക്കുന്ന ഭേദമൊന്നും വേണ്ട. പക്ഷെ പൂർവാചാര്യന്റെ മനപ്രയാസം ആ പരമ്പരയുടെ ദുഃഖത്തിന് പരിഹാരം വേണം. അതേ ഉള്ളൂ. ഒരു ദുരിതം ഉണ്ടാവുമല്ലോ, വൈദ്യുത ദുരിതങ്ങളെ ഒന്ന് ഇതേ കഥ ആടി ഉണ്ടാവുമല്ലോ, ഞങ്ങളെ ആൾക്കാർ ചെയ്തതായിരുന്നു. അവരൊരു ബന്ധമില്ലാതെ കൊണ്ട് ഉടനെ മറ്റൊരാളെ ഏൽപ്പിക്കൂല, അവർ തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ ഉണ്ട്. ഇന്നുള്ളവർക്ക് അത് ഉണ്ടാവും, ചിലപ്പോൾ ഇന്നുള്ളവർക്ക് തമ്മിൽ അത് ഉണ്ടാവില്ല. പിതൃപക്ഷ ലബ്ധ ആയി സാധനം തന്ത്രി പാരമ്പര്യം മാറി എന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോ പരമ്പര മാറി എന്ന് പറയുന്നില്ല. കാരണം പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, സൂര്യദൃഷ്ടിയും സൂര്യാംശവും നമുക്കൊരു പ്രയാസമുണ്ട്. ഇപ്പോഴുള്ള തന്ത്രിക്ക് സ്വയം അച്ഛന് അല്ലെങ്കിൽ പൂർവികൻ തന്ത്രം നടത്തിയതാണെങ്കിൽ പിന്നെ ലബ്ധ വിഭവമാണെന്ന് പറയണം അല്ലേ? അല്ല, അത് പാരമ്പര്യം അങ്ങനെ അച്ഛനോട് മകന് കിട്ടിയെന്ന് പറയാലോ. പിതൃപക്ഷ അല്ല, ഇവര് ഇപ്പൊ 2 വർഷം ചോദിച്ചല്ലോ, പിതൃപക്ഷോ രവിഭൗമോ. കൃഷ്ണാചാര്യം പറഞ്ഞല്ലോ, ഇത് ആരെ പക്ഷം വെച്ചാൽ രവിഭൗമന്മാര് അല്ലേ ജ്യോത്സരെ. പിതൃപക്ഷോ രവിഭൗമോ, മാതൃപക്ഷോ പുതോ ഉശനോ അങ്കിരസഹ. നമ്മൾ അതിലേക്കൊന്നും പോണ്ട, തന്ത്രീ ഭേദങ്ങളൊന്നും ആവശ്യമില്ല. ലഗ്നാധിപൻ ഭാവം ലഗ്നത്തിൽ ഉദിച്ചുകൊണ്ട് എസ് വിലഗ്നേന സംബന്ധം യോയോ ഭാവാദിൻ വ്യാഴദുഷ്ടമായുണ്ട്. പക്ഷെ പൂർവികമായ ഒരു ശാപദുരിതം, താന്ത്രിക വിഷയത്തിലുള്ള പ്രയാസം ഇവിടെ ഉണ്ട്. അതിന്റെ ഒരു വൈദ്യുത ദുരിതം നമുക്ക് ഇടുന്ന് വേർപെടുത്തണം. അതെന്ന് വെച്ചാൽ ഒരു കാലം ഇതിനാ നിലനിർത്തിയതാണ്. മകരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അധികാര പദവിയുള്ള സാധനങ്ങള് നിത്യം ഒരു കുടുംബത്തെ, ഒരു ഭാര്യയെയും മക്കളെയും ഒരാള് നിലനിർത്താൻ അയാള് പിന്നെ ധർമ്മമായ ധ്വജം കയ്യിൽ നിന്ന് ലഗ്നല്ലേ മകരം, അങ്ങനല്ലേ മകര ലഗ്നത്തിന് പറഞ്ഞിട്ടുള്ളത്. ഇയാള് തന്റെ കുടുംബത്തെയും ധർമ്മം ചെയ്യുന്നില്ലെന്നും ധർമ്മം ചെയ്യുമെന്ന് അഭിമാനിക്കുന്നു. അതായിരിക്കുമല്ലോ വീഴ്ച വന്നിട്ടുണ്ടാവുക. ആ വീഴ്ചയിൽ ഈടെത്തിട്ട് ഇന്നൊരു ദുരിതം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പരിഹാരം അല്ല, ഞാനാണ് കർമ്മിച്ചത്, എന്നിട്ട് എനക്കത് നേരാവണ്ണം ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്താപുണ്ടായാല് ഊരാളന്മാര് എന്തിനു പിഴക്കണം? പക്ഷേ നീ നിന്റെ പൂർവികനായ തന്ത്രിയുടെ ഇതുണ്ട് തന്ത്രിയെ കൊണ്ടൊരു കർമ്മം ചെയ്യിക്കണം. പക്ഷേ അല്ല, എന്ത് ശരിക്കും അറിയാം, ആശാവാസം ഉണ്ടാവും. അതാണ് ഇതിന്റെ വിഷയം. ആശാവാസം ഉണ്ടല്ലോ, ആശയാവുന്ന പാശം ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളില്. തൽക്കാലം ഈ കർമ്മം നിർവഹിച്ച ആൾക്ക് എനിക്ക് ഇത് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാം, ഒരു പരമ്പര ആഗ്രഹം ഉണ്ടാവാം. നമുക്ക് അതിന്റെ പരിഹാരം കിട്ടി. ഇന്നിപ്പോ തൽക്കാലം സ്ഥാനമാറ്റങ്ങളോ ഒരു കാര്യം കൂടി ചിന്തിച്ചാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിന്നെ ഇപ്പോഴുള്ള തന്ത്രിയെ മാറ്റണ്ട, നമ്മൾ ഉറപ്പിച്ചു. ഇനി ഇപ്പോഴുള്ള തന്ത്രിക്ക് വന്നു ചേർന്നതാണോ വന്നു ചേർന്നതല്ലേന്ന് ഗോചരം എന്താണ് പറയുന്നത്? ശരി. അപ്പോ അങ്ങനെയാണെങ്കിൽ ഭാവാധിപനും 2 ഒരാളാ. എന്തുകൊണ്ട്? ലഗ്നപതി തന്നെയാണ് 12ാം ഭവനായെങ്കിൽ
ഭേദം വന്നിട്ടില്ല. ആ. പക്ഷേ മധ്യകാലത്തിലൂടെ സൂര്യദൃഷ്ടി കൊണ്ടത് ഇടക്കാലം നഷ്ടപ്പെട്ടു പോയതാണ്. അസംശയിക്കൊന്നും വേണ്ട. അതിപൗരാണികം ഇന്നുള്ള ആൾക്കന്നെ ആയിരിക്കും. പിന്നൊരു കാലഘട്ടത്തിൽ എവിടെയോ നമുക്ക് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠയോ കാര്യമോ വന്ന സമയത്ത് തൽക്കാലം നായി വിട്ടുവ സമയത്തായിട്ടുണ്ടാവും. അതെ, മറ്റൊക്കെ കഴിയാ ക്ഷീണം ബാധിച്ചു, ഇവരെ നടുവത്തിന് ക്ഷീണം ബാധിച്ചെങ്കിൽ ഇനിയൊക്കെ കോറമംഗലത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കോ എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാ. അതെ തന്നെ കുറെ കാലം ഇയാളുണ്ടായിരുന്നു. മറ്റേ നാരായണേട്ടൻ വന്ന പിന്നെയാണ് രണ്ടാമത് ഏറ്റെടുത്തത്. അപ്പൊ ഒരു ഉത്തരവാദിത്വം ധാർമ്മികതയും എന്റേതാണെന്നുള്ള അർത്ഥത്തിൽ ഉണ്ടാവുമല്ലോ. അല്ല, അയാളെ സന്തോഷിപ്പിച്ചിട്ടാണ് ഇവിടെ രണ്ടാമത് തുടങ്ങിയത്. ഇനിയിപ്പോ നമ്മൾ അതിൽ പോയി തോന്നുന്നു. തിരുവേനി വെറ്റടക്കം വെക്കാനൊന്നും പോണ്ട. നമുക്കെന്ത് വേണം, അതിന്റെ പൈതൃക അതിൽ നിന്ന് വേർപെടുത്തിയേക്കും, അത്രയേ വേണ്ടൂ. അഷ്ടപുത്രിയെ ഗുളികൻ ആ രാശിയുണ്ട്. അതിനെന്ത് വേണം, സ്ഥിതപതി ഗുളികയെ ബാധകൻ. അത് വ്യാഴത്തോട് ബന്ധപ്പെട്ട ഗുളികൻ, ശുക്രനോട് ബന്ധപ്പെട്ട ഗുളികനാകുമ്പോ ഒരു ബ്രാഹ്മണന്റെ ഒരു ആചാര്യനായിരിക്കുന്ന ബ്രാഹ്മണന്റെ ആത്മാവിന്റെ അംശം ഇതിലുണ്ട്. ഏൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ മരിച്ചു പോയ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ അംശം അത് ഇവരെ രക്ഷശ്രീയുണ്ട്. ആ ഗുരുണാഭൃഗുണാവാദി അതിനെന്ത് വേണം, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പൂർവാചാര്യനായിട്ട് തൽക്കാലം സമയത്ത് കളഭത്തിന് പൂജ പോയ സമയത്ത് നാരായണൻ വന്നു. അന്നേരം ഇവരുടെ കമ്മിറ്റിക്കാരോട് ഞാൻ ചിറ്റന്നൂർ അമ്പലം അദ്ദേഹത്തിന് ഏൽപ്പിച്ച പോലെ പിന്നെ എന്നെയും കൂടി കൂട്ടിയിട്ട് വേണ്ട തന്ത്രിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ അവിടത്തെ കാര്യം കൈതപ്പുറത്ത് ഇല്ല, ഇവിടത്തേക്ക് അദ്ദേഹം കൂടി പോയിട്ട് തന്നെയാണ് ഏൽപ്പിച്ചത്. ഇതേ വേണ്ടു, അതിന്റെ വേർപാടും വരുത്തുക. കോറമംഗലം കുറെ കാലം കഴിച്ചത് ഞാൻ അങ്ങോട്ടേക്ക് എന്റെ തന്ത്രമല്ല, ഇത് നിങ്ങളെ തന്ത്രമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് അദ്ദേഹം വന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. തടസ്സം ഇപ്പൊ എങ്ങനെയാണ് പറഞ്ഞു എന്റെ വിഷയം അത്രേ ഉള്ളൂ. അത് എന്നോട് നമ്പാരട്ടൻ തന്നെ പറഞ്ഞതാണ്. തന്ത്രിയെ മാറുന്നില്ല, തന്ത്രത്തിൽ ദോഷമില്ല. ഈ മകരലഗ്നമാണ്. നമ്പാരട്ടൻ തന്നെ പറഞ്ഞാണ് അവിടുത്തെ പ്രശ്നത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. നിത്യം സ്വധാരണ അതുകൊണ്ടാണ് മാഷ ആദ്യം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചത് തങ്ങൾക്ക് കുഴപ്പമില്ല, അത് മാറ്റുന്നില്ല. പിന്നെ മറ്റേ ഈ ധർമ്മധ്വജന്റെ ധർമ്മധ്വജം പോലെ എന്നുള്ള ധർമ്മധ്വജം അല്ലേ കപടമായി അഭിനയിക്കുകയാണ്. അത് ശരി.